പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റമളാനായാൽ 4 കാര്യം നിങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന്. റമളാനായാൽ 4 കാര്യം നിങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന്, കൂടുതലായി ചെല്ലണമെന്ന്. അതിൽ 2 കാര്യം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ്. 2 കാര്യം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്, നിങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണത്. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട 2 കാര്യം. ഒന്ന്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹുവേ നീയല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്ന് ഞങ്ങൾ ഉറപ്പിക്കുന്നു. ഇത് അള്ളാഹുവിന് ഇഷ്ടമാണ്. ഇത് പറഞ്ഞാൽ അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും, അള്ളാഹുവിന് നിങ്ങളോട് സ്നേഹം വർദ്ധിക്കും. രണ്ടാമത്തേത് അസ്തഗ്ഫിറുല്ലാഹ്, അള്ളാഹുവേ ഞാൻ നിന്നോട് പൊറുക്കലിനെ തേടുന്നു റബ്ബേ, ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു റബ്ബേ. ഇത് പറഞ്ഞാലും അള്ളാഹുവിന് നിങ്ങളോട് സ്നേഹം വർദ്ധിക്കും, അള്ളാഹുവിന് ഇത് കേൾക്കാൻ വളരെ ഇഷ്ടമാണ്. ഈ 2 ദിക്റുകൾ നിങ്ങൾ വർദ്ധിപ്പിക്കണം. പിന്നെ ഒരു 2 ദിക്റ് കൂടിയുണ്ട്, അത് നിങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ദിക്റാണത്. അസ്അലുക്കൽ ജന്നഹ്, അല്ലാഹുവേ എനിക്ക് നീ സ്വർഗം നൽകണേ അല്ലാഹ്. വ അഊദു ബിക മിനന്നാർ, നരകത്തിന്റെ അദാബിൽ നിന്ന് എന്നെ നീ കാക്കണേ അല്ലാഹ് എന്നുള്ള ഈ 2 ദിക്റുകൾ അള്ളാഹുവിനല്ല നമ്മൾക്ക് ഏറ്റവും അത്യാവശ്യമായ ദിക്റാണ്. നമ്മൾ സ്വർഗത്തിലെത്തിയാലും നമ്മൾ നരകത്തിലകപ്പെട്ടാലും അള്ളാഹുവിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമ്മൾക്കാണ് നഷ്ടവും കോട്ടവും ലാഭവും ഒക്കെ നമ്മൾക്കാണ്. നമ്മൾ സ്വർഗക്കാരായാൽ അതിൻ്റെ ലാഭം നമ്മൾക്ക്, നരകക്കാരായാൽ നഷ്ടം നമ്മൾക്ക്. അള്ളാഹുവിന് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. അപ്പൊ 2 കാര്യം നമ്മുടെ ആവശ്യമാണ്, മറ്റേ 2 കാര്യം അള്ളാഹുവിന് ഇഷ്ടമാണ്. അത് വർദ്ധിപ്പിക്കാനാ പറഞ്ഞത്, അത് അധികരിപ്പിക്കണം എന്നാ പറഞ്ഞത്. അതുകൊണ്ടാണ് റമളാൻ 1 മുതൽ 30 വരെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വ അഊദു ബിക മിനന്നാർ അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ. 10 ദിവസമാണ് നമ്മൾ ചൊല്ലുന്നത്. അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ 10 ദിവസമാണ് ചൊല്ലുന്നത്. അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി 10 ദിവസമാണ് ചൊല്ലുന്നത്. പക്ഷേ ഈ 4 ദിക്റുകൾ 30 ദിവസം നമ്മൾ ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അസ്തഗ്ഫിറുല്ലാഹ്. അതുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത്. ഇസ്തിഗ്ഫാർ അള്ളാഹുവിന് ഇഷ്ടമാണ്. ഇസ്തിഗ്ഫാർ ചെല്ലുന്നവരെയും അള്ളാഹുവിന് ഇഷ്ടമാണ്. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് നമ്മുടെ പ്രയാസങ്ങൾ മാറി നിൽക്കുമെന്നാണ്, നാട്ടിൽ മഴ ലഭിക്കുമെന്നാണ്, സാമ്പത്തികമായ അഭിവൃദ്ധി ലഭിക്കുമെന്നാണ്, മക്കളില്ലാത്ത ആളുകൾക്ക് അല്ലാഹു മക്കൾ നൽകുമെന്നാണ്, അരുവികളിലും പുഴകളിലും അല്ലാഹു വെള്ളം നൽകുമെന്നാണ്, കൃഷിയിൽ അല്ലാഹു ഫലഭൂഷ്ഠമായ കൃഷി നൽകുമെന്നാണ്, കൃഷിയിൽ അല്ലാഹു വർധനവും അഭിവൃദ്ധിയും ബറക്കത്തും നൽകുമെന്നാണ്. അതുകൊണ്ട് ഏറ്റവും മഹത്തായ ദിക്ർ പരിശുദ്ധമായ ഇസ്തിഗ്ഫാറിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. നിരന്തരമായി ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക. തെറ്റു ചെയ്താലും ചെയ്തില്ലേലും, വെറും നന്മ മാത്രം ചെയ്ത് ജീവിക്കുന്ന ആളാണെങ്കിലും ഇസ്തിഗ്ഫാർ നമ്മൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക ജീവിതത്തിൽ. റമളാൻ ആണെങ്കിലും ശരി, റമളാൻ അല്ലെങ്കിലും ശരി, ഇസ്തിഗ്ഫാർ നമ്മൾ ജീവിതത്തിൽ ഒഴിവാക്കാൻ പാടില്ല. ഇതൊരു പുതിയൊരു തുടക്കമാണ്. പരിശുദ്ധമായ റമളാനിലെ ചില പ്രതിജ്ഞകൾ നമ്മുടെ ജീവിതാവസാനം വരെ നമ്മൾ എടുക്കണം. രാവിലെയായാൽ 100 ഇസ്തിഗ്ഫാർ, രാത്രിയായാൽ 100 ഇസ്തിഗ്ഫാർ, അങ്ങനെ ഒരു 200 ഇസ്തിഗ്ഫാറെങ്കിലും രാവിലെയും രാത്രിയിലുമായി ചെല്ലുമെന്നുള്ള പ്രതിജ്ഞ നമ്മൾ എടുക്കണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം, പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തു ലുഖ്മാൻ ഉണ്ട്. ലുഖ്മാൻ അലൈഹിസ്സലാം പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ മകൻ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്,
അല്ലയോ ഉപ്പ, യാ അബതി, പിതാവേ, ഇൻ അമിൽതുൽ ഖതീഅ, ഞാനൊരു തെറ്റു ചെയ്താൽ, ആരും കാണാതെ, ഹൈസു ലാ യറാനി അഹദുൻ, ആരും കാണാതെ ആരും അറിയാതെ ഞാനൊരു തെറ്റു ചെയ്താൽ, ആരും കണ്ടില്ല, ഞാൻ ഒറ്റയ്ക്കൊരു തെറ്റു ചെയ്താൽ, കൈഫ യഅലമുഹു അല്ലാഹ്, അതെങ്ങനെയാണ് അള്ളാഹു അറിയുന്നത് എന്നൊരു ചോദ്യം മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാമിനോട് അദ്ദേഹത്തിന്റെ മകൻ ചോദിക്കുകയുണ്ടായി. ആരും കാണാതെ ഒരു തെറ്റു ചെയ്താൽ അതെങ്ങനെയാണ് അള്ളാഹു അറിയുന്നത് എന്ന്. സ്വാഭാവികമായി കുട്ടികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. വേറൊരാൾ കണ്ടാൽ അയാൾ പറയും, എന്നാൽ ആരും കാണാത്ത ഒരു തെറ്റ് എങ്ങനെയാണ് പടച്ച റബ്ബ് അറിയുന്നത്? അപ്പോഴാണ് അദ്ദേഹത്തിന്റെ മകനോട് ലുഖ്മാൻ അലൈഹിസ്സലാം മറുപടി പറഞ്ഞത്, യാ ബുനയ്യ ഇന്നഹാ ഇൻ തഖു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. എല്ലാവരും ശ്രദ്ധിക്കണം. അള്ളാഹു എത്രത്തോളം നമ്മെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന് നമ്മൾക്ക് വ്യക്തമാകും പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകളിലൂടെ. നമ്മൾ ഒരിക്കലും അള്ളാഹുവിൻ്റെ നിരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നില്ല. എപ്പോഴും നമ്മൾ എവിടെ പോയാലും ഓരോ സ്ഥലങ്ങളിൽ ചില നിരീക്ഷകരെ, നമ്മെ ശ്രദ്ധിക്കാൻ വേണ്ടി ചില CIDകളെ അള്ളാഹു നിയോഗിക്കുന്നുണ്ട്. അതാണ് അള്ളാഹു പറയുന്നത് വ്യത്യസ്തമായ ആയത്തുകളിലൂടെ. ഇവിടെ ലുഖ്മാൻ അലൈഹിസ്സലാം തൻ്റെ മകനോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഉപദേശം, യാ ബുനയ്യ, പൊന്നു മോനെ, മക്കളെ വിളിക്കാൻ, മോനെ, ഇൻ തഖു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ, ഒരു ചെറിയ ഒരു കടുകുമണി, ഫതകുൻ ഫീ സഖറ, അതൊരു പാറക്കൂട്ടങ്ങളിലേക്ക് ഇട്ടാൽ, ചെറിയ ഒരു കറുത്ത കടുകുമണി കറുത്തിരുണ്ട പാറക്കൂട്ടങ്ങൾക്കിടയിലേക്ക് ഇട്ടു, ഔ ഫിസ് സമാവാതി, അല്ലെങ്കിൽ ആകാശങ്ങളിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി അതിനിട്ടു, ഔ ഫിൽ അർളി, അല്ലെങ്കിൽ ഭൂമിയിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി ഈ കറുത്ത കടുകുമണിയിട്ടാൽ, യഅതി ബിഹല്ലാഹ്, അതുപോലും തെരഞ്ഞു പിടിച്ച് എടുക്കാൻ അള്ളാഹുവിന് കഴിയും. അഥവാ അള്ളാഹുവിന് കാണാതെ നിങ്ങൾക്കൊരു കടുകുമണി പോലും വലിച്ചെറിയാൻ കഴിയൂല. അള്ളാഹുവിൽ നിന്ന് മറച്ചു വെക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ശക്തമായ കൂരിരുട്ടുള്ള രാത്രിയിൽ വിശാലമായി നീണ്ടുകിടക്കുന്ന സമുദ്രത്തിലേക്കൊരു കടുകുമണി നീ വലിച്ചെറിഞ്ഞാലും അള്ളാഹുവിൻ്റെ കണ്ണിൽ നിന്ന് മറച്ചു വെക്കാൻ നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ ഇനി ഇത്രയും വലിയ നീ ചെയ്യുന്നൊരു തെറ്റ് അള്ളാഹു കാണൂല എന്നാണോ നീ പറയുന്നത്? അള്ളാഹു നീ ചെയ്യുന്നതെല്ലാം കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം തൻ്റെ മകനോട് പറഞ്ഞു കൊടുക്കുകയാണ്. പരിശുദ്ധമായ സൂറത്തുൽ അംബിയ, ഇതിൽ അല്ലാഹു പറയുന്നുണ്ട്, വനളഉൽ മവാസീനൽ ഖിസ്ത ലിയൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളായാൽ, ലോകാവസാനം സംഭവിച്ചാൽ, മവാസീനൽ ഖിസ്ത്, നല്ല നീതിയോടുകൂടിയുള്ളൊരു തുലാസ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല വെക്കുമെന്നാണ്. വനളഉൽ മവാസീനൽ ഖിസ്ത ലിയൗമിൽ ഖിയാമ ഫലാ തുദ്ലമു നഫ്സുൻ ഷൈഅൻ, ഒരാളും അന്ന് ആക്രമിക്കപ്പെടൂല എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്യാത്ത ഒരാളെയും അള്ളാഹു ശിക്ഷിക്കൂല. എന്നാൽ തെറ്റു ചെയ്തവർക്ക് അള്ളാഹു മാപ്പ് നൽകും. തെറ്റു ചെയ്യാത്ത ആളുകൾക്ക് ശിക്ഷ നൽകുന്നത് അക്രമമാണ്. തെറ്റു ചെയ്തവർക്ക് മാപ്പ് നൽകുന്നത് സൽസ്വഭാവത്തിന്റെ ലക്ഷണമാണ്. അപ്പൊ പരിശുദ്ധ ഖുർആൻ പറയാൻ, ഫലാ തുദ്ലമു നഫ്സുൻ ഷൈആ, ഒരാളെയും അല്ലാഹു തആല അന്യായമായി ആക്രമിക്കുകയില്ല. തെറ്റു ചെയ്യാത്ത ഒരാളെ അല്ലാഹു ശിക്ഷിക്കുകയേ ഇല്ല. നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലേ, നിങ്ങൾക്ക് പേടിക്കാനേ ഇല്ല, നിങ്ങൾ അവിടെ ശിക്ഷിക്കപ്പെടുകയുമില്ല. വഇൻ കാന മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ അതൈനാ ബിഹാ വകഫാ ബിനാ ഹാസിബീൻ, ചെറിയ കടുകുമണിയോളം പോകുന്ന നന്മ ചെയ്താൽ അതും അല്ലാഹു അതിന് പ്രതിഫലം നൽകുമെന്നും ചെറിയ ഒരു തിന്മ ചെയ്താൽ അതും അല്ലാഹു കണ്ടെത്തും.
അള്ളാഹുവാണ് നാളെ വിചാരണ ചെയ്യുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഒരിക്കലൊരു അഅറാബി കാട്ടറബി അള്ളാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് കടന്നു വരുന്നുണ്ട്. യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ, നാളെ മഹ്ശറാ ലോകത്ത് ആരാണ് നബിയെ വിചാരണ ചെയ്യുന്നത്, ഹിസാബ് ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചു. നബി തങ്ങൾ പറഞ്ഞു, അള്ളാഹുവാണ് വിചാരണ ചെയ്യുന്നത്, അള്ളാഹുവാണ് നാളെ ഹിസാബ് ചെയ്യുന്നത്. അപ്പോൾ അഅറാബി പറഞ്ഞു, മതി നബിയെ, എനിക്ക് സന്തോഷമായി നബിയെ, അള്ളാഹുവല്ലേ നാളെ വിചാരണ ചെയ്യുന്നത്. അതേതെങ്കിലും മനുഷ്യരെ ഏൽപ്പിച്ചിരുന്നുവെങ്കിൽ എനിക്ക് നാളെ രക്ഷപ്പെടാൻ കഴിയുമായിരുന്നില്ല. അള്ളാഹു ആയതുകൊണ്ട് രക്ഷപ്പെടുമെന്നുള്ള പ്രതീക്ഷയുണ്ട് എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ ഹബീബിന്റെ സമീപത്ത് നിന്ന് അഅറാബി പോവുകയുണ്ടായി. നബി തങ്ങൾ പറഞ്ഞു, അഅറാബി രക്ഷപ്പെട്ടു, അഅറാബിക്ക് മനസ്സിലായിട്ടുണ്ട്, അഅറാബിക്ക് തിരിച്ചറിവ് ലഭിച്ചിട്ടുണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അപ്പൊ അള്ളാഹുവാണ് ഹിസാബ് ചെയ്യുന്നത് എന്നറിഞ്ഞപ്പോ മതി മതി, അൽഹംദുലില്ലാ, ഞാൻ രക്ഷപ്പെട്ടു എന്നാ പറഞ്ഞത്. കാരണം അള്ളാഹു ഗഫൂറാണ്, അള്ളാഹു റഹീമാണ്. ചെയ്ത തെറ്റിന് പോലും നിരുപാധികം മാപ്പ് നൽകുന്നവനാണ് അള്ളാഹു. ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ശിക്ഷിക്കുകയേ ഇല്ല, ചെയ്ത തെറ്റിന്റെ പേരിൽ നിരുപാധികം മാപ്പ് നൽകുന്നവനാണ്. അതുകൊണ്ട് ഞാൻ വളരെ സന്തുഷ്ടനാണ് എന്ന് അള്ളാഹുവിന്റെ ഹബീബിനോട് അഅറാബി പറഞ്ഞു കൊടുക്കുകയുണ്ടായി. അപ്പൊ നമ്മൾ എന്ത് ചെയ്താലും, നന്മയായാലും തിന്മയായാലും, അത് കണ്ടുമുട്ടും, അത് നമ്മൾ കാണേണ്ടി വരും എന്നുള്ളത് വളരെ വ്യക്തമായ ഒരു യാഥാർത്ഥ്യമാണ്. അല്ലാഹു തആല പരിശുദ്ധമായ സൂറത്തു സൽസലയിൽ പറഞ്ഞു, ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ يومئذ تحدث أخبارها بأن ربك أوحى لها يومئذ يصدر الناس أشتاتا ليروا أعمالهم فمن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره. ഒരു നന്മ നീ ചെയ്താൽ അത് നിനക്ക് നാളെ കാണാം, അതിനുള്ള പ്രതിഫലം അല്ലാഹു നൽകുമെന്ന്. അതേപോലെ ചെറിയ ഒരു തെറ്റു ചെയ്താൽ അതും നീ നാളെ കാണേണ്ടി വരുമെന്ന് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമതായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹു നമ്മെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. യൗമ യബ്അസുഹുമുല്ലാഹു ജമീഅൻ ഫയുനബ്ബിഉഹും ബിമാ അമിലു അഹ്സാഹുല്ലാഹു വനസൂഹു വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. യൗമ യബ്അസുഹുമുല്ലാഹു ജമീഅ, അല്ലാഹു തആല എല്ലാ ആളുകളെയും പുനർജനിപ്പിക്കുന്ന ദിവസം, ഖിയാമത്ത് നാൾ, ലോകാവസാനം സംഭവിക്കുമ്പോ എല്ലാ ആളുകളെയും അല്ലാഹു നാളെ പുനർജനിപ്പിക്കുമെന്നാണ്. എല്ലാവരും പുനർജനിക്കും. ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ രണ്ടാമത്തെ കാഹളം, രണ്ടാമത്തെ ഊത്ത്, അതോടുകൂടി മരിച്ചുപോയ ആളുകളൊക്കെ പുനർജനിക്കുകയാണ്. ഫയുനബ്ബിഉഹും ബിമാ അമിലു, എല്ലാ ആളുകളോടും അല്ലാഹു അവരവർ ചെയ്തത് പറഞ്ഞു കൊടുക്കുമെന്നാണ്. അഹ്സാഹുല്ലാഹ്, എല്ലാം അല്ലാഹു വളരെ കൃത്യമായി റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ട്. അഹ്സാഹുല്ലാഹ്, ഒരു മനുഷ്യന്റെ ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ കാര്യങ്ങളും അല്ലാഹു റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ട്. വനസൂഹ്, പക്ഷേ മനുഷ്യൻ അത് മറന്നുപോയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വർഷം ചെയ്തത് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ അല്ലാഹു അത് റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ട്. ആർക്കാ ഓർമ്മയുള്ളത്? പ്രായപൂർത്തി എത്തിയത് മുതൽ ഇന്ന് വരെ ചെയ്ത തെറ്റുകളൊക്കെ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഇന്ന് വരെ ചെയ്ത നന്മകൾ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? നമ്മൾക്കാർക്കും ഓർമ്മയുണ്ടാവൂല. പക്ഷെ അല്ലാഹു ഇതെല്ലാം വളരെ വ്യക്തമായി റെക്കോർഡ് ചെയ്ത് സേവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അഹ്സാഹുല്ലാഹ്, അല്ലാഹു റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. വനസൂഹു, മനുഷ്യൻ അത് മറന്നിട്ടുണ്ട്. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, അല്ലാഹു തആല അവന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സാക്ഷിയാണ്. നിഷേധിക്കാൻ നമ്മൾക്ക് കഴിയില്ല. ഇത് അല്ലാഹുവിന്റെ പ്രത്യേകമായ ഖുദ്റത്ത് കൊണ്ട് അല്ലാഹു നമ്മെ നിരീക്ഷിക്കുന്നതാണ് എന്ന് പറഞ്ഞില്ലേ? എന്താ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ? അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്.
അള്ളാഹുവിനെ മുമ്പിൽ കാണുന്നത് പോലെ ആരാധിക്കണം. നിനക്ക് അള്ളാഹുവിനെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ അള്ളാഹു നിന്നെ കാണുന്നുണ്ട് എന്ന ചിന്ത നിനക്ക് വേണം. ആദ്യം നീ ഒരു മുസ്ലിമാവണം, പിന്നെ നീ ഒരു മുഅ്മിനാവണം, പിന്നെ നീ ഒരു മുഹ്സിനാവണം, ഇഹ്സാൻ ഉള്ളവനാകണം. ആദ്യം മുസ്ലിമാവുക. എന്താ മുസ്ലിം എന്ന് പറഞ്ഞാൽ? ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇസ്ലാമിന്റെ 5 കാര്യം ആദ്യം നീ പഠിക്കുക, പിന്നെ നീ ഒരു വിശ്വാസിയാവുക. ഇസ്ലാമിന്റെ 6 കാര്യങ്ങൾ നിന്റെ ഇഅ്തിഖാദിൽ, നിന്റെ വിശ്വാസത്തിൽ കൊണ്ടുവരിക. അങ്ങനെ മുസ്ലിമായി ഒരു മുഅ്മിനായി കഴിഞ്ഞാൽ പിന്നെ നീ അമലുകൾ കൊണ്ട് അമൽ ചെയ്ത് ഒരു ഇഹ്സാൻ, നന്മയുടെ പ്രതീകമാവുക. എന്താ നന്മ എന്ന് പറഞ്ഞാൽ? അൻ തഅബുദല്ലാഹ കഅന്നക തറാഹ്. നിസ്കാരത്തിന് വേണ്ടി നിൽക്കുമ്പോ അള്ളാഹു മുമ്പിലുള്ളതുപോലെ നിസ്കരിക്കുക. അള്ളാഹു എന്നെ നോക്കുന്നുണ്ട് എന്ന ചിന്തയോടുകൂടി നിസ്കരിക്കുക. മഹാന്മാരായ പ്രഗത്ഭരായ സ്വഹാബാക്കളിൽ ചിലരോട്, താബിഈങ്ങളിൽ ചിലരോട് നിങ്ങൾക്ക് എങ്ങനെയാണ് നിസ്കാരത്തിൽ ഖുശൂ ലഭിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞത്, ഞാൻ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ എന്റെ റബ്ബ് എന്നെ നിരീക്ഷിക്കുന്നുണ്ട്, എന്റെ മുമ്പിൽ അള്ളാഹു ഉണ്ട് എന്ന ചിന്തയാണ്. ഈ നിസ്കാരം കഴിയുന്നത് വരെ ഞാൻ ജീവിച്ചിരിക്കുമെന്നുള്ള ഉറപ്പെനിക്കില്ല. ഇങ്ങനെ അള്ളാഹുവിന്റെ ചിന്തയാണ് നിസ്കാരത്തിൽ ഖുശൂ ലഭിക്കാൻ കാരണമാക്കിയത് എന്ന് പ്രഗത്ഭരായ ഹാത്തിമുൽ അസ്സം തങ്ങളെ പോലെയുള്ള പണ്ഡിതന്മാര് പഠിപ്പിക്കുമ്പോ നമ്മളും മനസ്സിലാക്കുക, നിസ്കരിക്കാൻ നിന്നാൽ, ഖുർആൻ ഓതാൻ നിന്നാൽ, ദിക്ർ ചൊല്ലുമ്പോ, സ്വലാത്ത് ചൊല്ലുമ്പോ, എന്ത് ഇബാദത്ത് ചെയ്താലും, സ്വദഖ കൊടുക്കുമ്പോൾ വരെ അള്ളാഹു എന്റെ മുമ്പിലുണ്ട് എന്ന ചിന്ത നമ്മൾക്കുണ്ടാവുക. ഇനി നമ്മൾക്ക് അങ്ങനെ ഒരു ചിന്ത വരുന്നില്ല, ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തിയിട്ടില്ലെങ്കിലോ, ഒരു കാര്യം ചെയ്യ, നിനക്ക് നിന്റെ റബ്ബിനെ കാണാൻ കഴിയുന്നില്ലെങ്കിൽ നീ ചെയ്യേണ്ടത് ഫഇന്നഹു യറാക്, അള്ളാഹു നിന്നെ വീക്ഷിക്കുന്നുണ്ട് എന്ന് നീ മനസ്സിലാക്കുക. റബ്ബിനെ നിനക്ക് കാണുന്നില്ല, അള്ളാഹു നിന്നെ കാണുന്നുണ്ട് എങ്കിലും നീ മനസ്സിലാക്കുക. ഇത് അള്ളാഹുവിന്റെ നിരീക്ഷണമാണ്. പിന്നെ അള്ളാഹു പറഞ്ഞു പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തു ഖാഫ്, ഒന്ന്, അള്ളാഹു ഡയറക്റ്റ് നമ്മെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. 2, ഇദ് യതലഖൽ മുതലഖിയാനി അനിൽ യമീനി വഅനിശ് ശിമാലി ഖഈദ് മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഇദ് യതലഖൽ മുതലഖിയാൻ, 2 പെറുക്കിയെടുക്കുന്നവർ, എല്ലാം പെറുക്കിയെടുക്കുന്ന സന്ദർഭം നിങ്ങൾ ഓർത്തു നോക്ക്. എല്ലാം പെറുക്കിയെടുക്കുന്ന 2 പേരെ നിങ്ങൾ ഓർത്തു നോക്ക്. ആരാണവർ? അനിൽ യമീൻ, നിങ്ങളുടെ വലതുഭാഗത്ത് നിന്നൊരാൾ എല്ലാം പെറുക്കിയെടുക്കുന്നുണ്ട്, ഒപ്പിയെടുക്കുന്നുണ്ട്. വഅനിശ് ശിമാലി ഖഈദ്, നിങ്ങളുടെ ഇടതുഭാഗത്തിരുന്നു കൊണ്ട് എല്ലാം ഒപ്പിയെടുക്കുന്ന 2 പേരുണ്ട്. വലതുഭാഗത്തും ഇടതുഭാഗത്തും എല്ലാം റെക്കോർഡ് ചെയ്യുന്ന 2 പേരുണ്ട്. ഇദ് യതലഖൽ മുതലഖിയാൻ, 2 പേര് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. എവിടെ നിന്ന് റെക്കോർഡ് ചെയ്യുന്നു? അനിൽ യമീൻ, നിങ്ങളുടെ വലതുഭാഗത്തിരുന്ന് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ഷൂട്ടിംഗ് ചെയ്യുന്നുണ്ട്. വഅനിശ് ശിമാലി ഖഈദ്, ഇടതുഭാഗത്തും ഇരുന്നു കൊണ്ട് എല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ട്. എന്തിനേറെ, മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, നീ സംസാരിക്കാൻ വേണ്ടി ചുണ്ട് തുറന്നാൽ, നീ സംസാരിക്കാൻ വേണ്ടി ചുണ്ട് തുറന്നാൽ അതുപോലും ഈ വലതുഭാഗത്തുള്ളവരും ഇടതുഭാഗത്തുള്ളവരും റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്നാണ് പരിശുദ്ധമായ സൂറത്തുൽ ഖാഫിൽ അല്ലാഹു പറഞ്ഞത്. നമ്മുടെ ഹൃദയം കാണാൻ മലക്കുകൾക്ക് കഴിയില്ല, ഹൃദയത്തിലുണ്ടാകുന്ന ചിന്തകൾ എഴുതി വെക്കാൻ മലക്കുകൾക്ക് കഴിയില്ല. ഹൃദയം കാണുന്നത് അല്ലാഹുവാണ്. യഅലമു ഖായിനത്തൽ അഅ്യുനി വമാ തുഖ്ഫിസ് സുദൂർ, നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ചിന്തകളെ അള്ളാഹു അറിയുന്നുണ്ട്. നിങ്ങളുടെ കണ്ണിന്റെ ചാഞ്ചാട്ടങ്ങളെ, നിങ്ങളുടെ കണ്ണ് വെട്ടുന്നതും കണ്ണ് വെട്ടിക്കുന്നതും എല്ലാം അള്ളാഹു അറിയുന്നുണ്ട് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അപ്പൊ ഹൃദയത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് ആർക്കറിയില്ല? അത് മലക്കുകൾക്കറിയില്ല, അത് റബ്ബിനെ അറിയുള്ളൂ. ചിന്തകൾ, പ്രവർത്തനങ്ങളെല്ലാം മലക്കുകൾ രേഖപ്പെടുത്തും. നമ്മുടെ നോട്ടം, നമ്മുടെ കേൾവി, സംസാരം എല്ലാം മലക്കുകൾ രേഖപ്പെടുത്തും. അപ്പൊ 2 മലക്കുകളെ അള്ളാഹു നിരീക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുകയാണ്.
ഇവർക്ക് പുറമെ സൂറത്തുൽ ഇൻഫിത്വാറിൽ അല്ലാഹു പറയുന്നുണ്ട് വ ഇന്ന അലൈക്കും ലഹാഫിളീൻ കിറാമൻ കാതിബീൻ യഅലമൂന മാ തഫ്അലൂൻ. ഈ രണ്ട് മലക്കുകൾക്ക് പുറമെ അല്ലാഹു ചില ഹാഫിലീങ്ങളായ മലക്കുകളെ അല്ലാഹു നിങ്ങളുടെ മുമ്പിൽ നിയോഗിച്ചിട്ടുണ്ട്. അവരുടെ പണി എന്താണ്? നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും നിങ്ങൾ എന്ത് പ്രവർത്തിക്കുമ്പോഴും എല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കലാണ് അവരുടെ പണി. ഒന്നും ഒഴിവാക്കൂല. കിറാമൻ കാതിബീൻ, മാന്യന്മാരായ എല്ലാം റെക്കോർഡ് ചെയ്യുന്ന ഒരു പിടി മലക്കുകളെ അല്ലാഹു നിങ്ങളുടെ ചുറ്റുഭാഗങ്ങളിൽ നിയോഗിച്ചിട്ടുണ്ട് എന്ന് പരിശുദ്ധമായ സൂറത്തുൽ ഇൻഫിത്വാറിൽ അല്ലാഹു പറയുന്നുണ്ട്. ഇനി സൂറത്തുൽ ഇസ്രായിൽ, നാളെ നമ്മളൊക്കെ മരണപ്പെട്ട് കഴിഞ്ഞാൽ അല്ലാഹു തആല ഖിയാമത്ത് നാളിൽ മഹ്ശറ ലോകത്തേക്ക് കൊണ്ടുപോകുന്ന സന്ദർഭം, ഓരോ ആളുകളുടെ ഷോൾഡറിലും അല്ലാഹു അവരവരുടെ തിന്മകളുടെയും നന്മകളുടെയും ഫയലുകളെ അല്ലാഹു തൂക്കിയിടുമെന്നാണ്. ഇതൊരു വളണ്ടിയർ കാർഡാണ്. ഈ കാർഡ് പോലെ ഖബറിൽ നിന്ന് എണീറ്റ് നമ്മൾ മഹ്ശറയിലേക്ക് പോകുമ്പോൾ എല്ലാവരുടെ ഷോൾഡറിലും ഒരു ബാഡ്ജ് ഉണ്ടാകും. എല്ലാവരുടെ ഷോൾഡറിലും ഒരു ബാഡ്ജ് ഉണ്ടാകുമെന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് സൂറത്തുൽ ഇസ്രാ. വകുല്ല ഇൻസാനിൻ അൽസംനാഹു ത്വാഇറഹു ഫീ ഉനുഖി. എല്ലാ മനുഷ്യരുടെ ഖണ്ഡങ്ങളിലും എല്ലാ മനുഷ്യരുടെ കഴുത്തിലും അല്ലാഹു തആല അവര് ചെയ്ത നന്മയുടെയും തിന്മയുടെയും ഫയലുകളെ അല്ലാഹു കെട്ടിത്തൂക്കുമെന്നാണ് പറഞ്ഞത്. വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറാ. ആ ഫയലുകളെ അല്ലാഹു തആല ഖിയാമത്ത് നാളിൽ അവന് വായിക്കാനും അവന് കാണാനും വേണ്ടി അല്ലാഹു തുറന്നു കൊടുക്കും ഒരു മെമ്മറി കാർഡ്. നമ്മുടെ 60 വർഷക്കാലം നമ്മൾ ജീവിതത്തിൽ നടന്നത്, സംസാരിച്ചത്, തിന്നത്, പോയത്, വന്നത്, കേട്ടത് എല്ലാം റെക്കോർഡ് ചെയ്ത ഫയലുകളെ അല്ലാഹു തആല ഓരോ മനുഷ്യന്റെ കണ്ഠനാളങ്ങളിൽ ബാഡ്ജ് പോലെ തൂക്കിയിട്ടിട്ട് പരിശുദ്ധമായ ഖിയാമത്ത് നാൾ സംഭവിച്ചു കഴിഞ്ഞാൽ അത് ലൈവായി കാണാനുള്ള സംവിധാനങ്ങൾ അല്ലാഹു ഉണ്ടാക്കി കൊടുക്കുമെന്നാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ കിതാബ് എന്ന് പറയുമ്പോൾ അതൊരു എഴുത്തായി നിങ്ങൾ സങ്കല്പിക്കേണ്ടതില്ല. കിതാബായി പറയുമ്പോൾ അത് അവിടെ പോയി കിതാബ് വായിക്കുകയാണെന്നും നിങ്ങൾ സങ്കല്പിക്കേണ്ടതില്ല. അല്ലാഹു തആല ലൈവ് റെക്കോർഡ് ചെയ്ത വീഡിയോകൾ നാളെ നമ്മൾക്ക് കാണിച്ചു തന്നാൽ നമ്മൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? കിതാബാണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയാ, വെറുതെ എഴുതി വെച്ചതാണെന്ന് നമ്മൾക്ക് വേണമെങ്കിൽ പറയാം. അള്ളാഹുവിന്റെ മലക്കുകൾ വെറുതെ എഴുതി വെച്ചതാണ്, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, തെളിവെവിടെ? എങ്കിൽ അല്ലാഹു തആല നമ്മൾ പ്രവർത്തിക്കുന്ന ലൈവ് വീഡിയോകൾ കാണിച്ചു തന്നാൽ ആർക്കാണ് മുഅ്മിനീങ്ങളെ നിഷേധിക്കാൻ കഴിയുക? ആർക്കാണ് അതിനെ തള്ളിക്കളയാൻ കഴിയുക? വർഷങ്ങൾക്ക് മുമ്പ് നടന്ന പ്രവർത്തനങ്ങൾ നമ്മൾക്കിന്ന് ലൈവായി കാണാൻ പറ്റുമെങ്കിൽ, നമ്മുടെ ദഈഫായ ബലഹീനരായ മനുഷ്യന് റെക്കോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ, എത്രയോ 10-15 വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ കല്യാണത്തിന്റെ വീഡിയോകൾ ഇന്ന് നമ്മൾക്കിരുന്ന് കാണാൻ പറ്റുമെങ്കിൽ, ബലഹീനരായ നമ്മുടെ കയ്യിൽ അതിന്റെ റെക്കോർഡുകൾ ഉണ്ടെങ്കിൽ, എല്ലാറ്റിനും കഴിവുള്ള ലോകത്തിന്റെ മുഴുവനും നിയന്ത്രണങ്ങൾ ഏറ്റെടുത്ത അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഓരോ മനുഷ്യന്റെ ഫയലുകളും സൂക്ഷിച്ചുകൊണ്ട്, അത് സൂക്ഷിക്കാൻ വേണ്ടി പ്രത്യേകമായ മലക്കുകളെ ഏൽപ്പിച്ചുകൊണ്ട് ഓരോ ആളുകൾക്കും ലൈവ് വീഡിയോകൾ കാണാൻ കൊടുത്താൽ, ആരും അറിയാതെ സിനിമ കാണാൻ പോയത് അല്ലാഹു തആല വീഡിയോകൾ കാണിച്ചു തന്നാൽ, ആരും കാണാതെ കള്ളു കുടിച്ചത്, ഏതെങ്കിലും കുറ്റിക്കാട്ടിന്റെ മറവിൽ നിന്ന് കഞ്ചാവടിച്ചത്, സ്കൂളിലേക്കാണെന്ന് പറഞ്ഞ് ബസ് സ്റ്റാൻഡിന്റെ മറവിൽ നിന്ന് യൂണിഫോം മാറ്റിയത്, എല്ലാം റെക്കോർഡ് ചെയ്തുകൊണ്ട് അല്ലാഹു തആല നാളെ നിന്റെ മുമ്പിൽ പ്രദർശിപ്പിച്ചാൽ ആർക്കാണ് മുഅ്മിനീങ്ങളെ നിഷേധിക്കാൻ കഴിയുക? ഇരുട്ടിന്റെ മറവിൽ ആരാരും കാണാതെ അവിഹിത ബന്ധങ്ങൾക്ക് വേണ്ടി നീ യാത്ര തിരിച്ചാൽ നീ വിചാരിക്കുന്നത് ആരും കാണൂല, ആരും അറിയൂല എന്നാണെങ്കിൽ, അല്ലാഹുവിന്റെ ക്യാമറകൾ നിന്റെ മുമ്പിൽ സദാ സമയവുമുണ്ട്. ഏതൊക്കെ രംഗങ്ങളിൽ എവിടെയൊക്കെ അല്ലാഹു ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്ന് നീ മനസ്സിലാക്കണം. ഇരുട്ടായാലും അല്ലാഹുവിന് പ്രശ്നമല്ല, ആളുകൾ ഇല്ലെങ്കിലും അല്ലാഹുവിന് പ്രശ്നമല്ല. എല്ലാം റെക്കോർഡ് ചെയ്ത് അല്ലാഹു നിനക്ക് കാണിച്ചു തരുമെന്നാണ് പരിശുദ്ധ ഖുർആൻ
നമ്മോട് പഠിപ്പിക്കുന്നത് ഇൻഷാ അല്ലാഹ് മരിക്കുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തോന്നിവാസങ്ങളും തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങി പരിശുദ്ധ റമളാൻ കഴിയുമ്പോഴേക്കും ഉമ്മ പെറ്റ മക്കളെ പോലെ തെറ്റില്ലാത്ത ആളുകളായി മാറാൻ അള്ളാഹു നമ്മൾക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇതിനെല്ലാം പുറമെ അല്ലാഹു തആല ആകാശത്തിൽ നിന്ന് നിരീക്ഷിക്കുന്നുണ്ട്. അതിനു പുറമെ 2 മലക്കുകൾ വലതുഭാഗത്തും ഇടതുഭാഗത്തും നിന്ന് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതിനും പുറമെ ചില ഹാഫിളീങ്ങളായ മലക്കുകൾ അല്ലാഹു നിയോഗിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെ അല്ലാഹു തആല രാവിലെയും രാത്രിയിലും മലക്കുകളെ ഭൂമിയിലേക്ക് പറഞ്ഞേക്കുന്നുണ്ട് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. യതആഖബൂന ഫീകും മലായികത്തും ബില്ലൈലി വമലായികത്തും ബിന്നഹാർ. രാത്രിയായാൽ അല്ലാഹു ഒരു കൂട്ടം മലക്കുകളെ ഭൂമിയിലേക്ക് പറഞ്ഞേക്കുന്നുണ്ട്. രാവിലെയായാലും ഒരു കൂട്ടം മലക്കുകളെ അല്ലാഹു ഭൂമിയിലേക്ക് പറഞ്ഞേക്കുന്നുണ്ട്. സുബഹി നിസ്കാരത്തിന്റെ സമയമാകുമ്പോ ആകാശങ്ങളിൽ നിന്ന് ഒരു കൂട്ടം മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അതേപോലെ അസുർ നിസ്കാരത്തിന്റെ സമയമാകുമ്പോ ഒരു കൂട്ടം മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹി നിസ്കാരത്തിന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന മലക്കുകൾ അസറാകുമ്പോഴേക്കും അള്ളാഹുവിന്റെ കോടതിയിലേക്ക് ഉയർന്നു പോവുകയാണ്. അപ്പോഴേക്കും മറ്റൊരു വിഭാഗം മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങുന്നുണ്ട്. അവര് സുബഹിയാകുമ്പോഴേക്കും ആകാശങ്ങളിലേക്ക് ഉയർന്നു പോവുകയാണ്. അപ്പോഴേക്കും സുബഹിക്ക് വേറൊരു വിഭാഗം മലക്കുകൾ അവര് അസർ വരെ, അസർ കഴിയുമ്പോൾ അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞു അടുത്ത മലക്കുകൾ അവര് സുബഹി വരെ, അങ്ങനെ ഖിയാമത്ത് നാൾ വരെ എല്ലാ ദിവസങ്ങളിലും ഊഴം വെച്ചുകൊണ്ട് ഒരു ദിവസം തന്നെ 2 വിഭാഗം മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. എന്താ അവരുടെ പണി? എന്തിനാ അവര് വരുന്നത്? അവര് വരുന്നതും ക്യാമറകളുമായിട്ടാണ്, റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. A to Z ഓരോ നാട്ടിലുള്ള ഓരോ മനുഷ്യന്റെ സകല പ്രവർത്തനങ്ങളും അവർ റെക്കോർഡ് ചെയ്യും. എന്നിട്ട് അവര് ആകാശങ്ങളിലേക്ക് എത്തേണ്ട താമസം അള്ളാഹു അവരോട് ചോദിക്കും, ഫയസ്അലുഹും റബ്ബുഹും, അവരുടെ റബ്ബ് അവരോട് ചോദിക്കും, കൈഫ തറക്തും ഇബാദി, കുന്നുങ്കയിൽ നിന്ന് വരികയല്ലേ? അവിടെ ഇന്നാലിന്നൊരു മുഹമ്മദ്, അയാൾ എന്തു ചെയ്യുന്നു? അയാളുടെ അവസ്ഥ എന്താണ്? ഓരോ ആളുകളുടെ അമലുകൾ അള്ളാഹു ചോദിക്കും. കൈഫ തറക്തും ഇബാദി, കുന്നുങ്കൈകാരെ കുറിച്ചൊന്ന് പറയൂ, അവരുടെ വിശേഷങ്ങൾ പറയൂ, അവരുടെ പ്രവർത്തനങ്ങൾ കാണിച്ചു തരൂ എന്ന് മലക്കുകളോട് ദിവസവും അള്ളാഹു പറയുമെന്നാണ്. കൈഫ തറക്തും ഇബാദി, എൻ്റെ അടിമകൾ ഭൂമിയിൽ എന്ത് ചെയ്യുന്നു? അപ്പോൾ അവർ അള്ളാഹുവിനോട് പറയും, തറക്നാഹും വഹും യുസല്ലൂൻ, അള്ളാഹുവേ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തിരിച്ച് ആകാശത്തിലേക്ക് കയറിയത്. സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് പള്ളിയിൽ നിന്ന് എല്ലാവരും തിരിച്ചു പോവുക, പള്ളിയിലേക്ക് തന്നെ ഇറങ്ങി വരിക. സുബഹി നിസ്കാരം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കയറിയത്. കയറുമ്പോൾ എല്ലാവരും പള്ളിയിൽ നിസ്കാരത്തിലാണ്. വഹും യുസല്ലൂൻ, അവർ നിസ്കരിക്കുന്നുണ്ട്. അപ്പൊ പള്ളിക്ക് വരാത്ത ചില ആളുകൾ വീട്ടിൽ ഉറങ്ങുന്നവരുണ്ടാകും. അവരെക്കുറിച്ച് അവർ ഉറങ്ങുകയാണ് എന്ന് തന്നെ പറയും. ഉറങ്ങുന്നവരെ കുറിച്ച് ഉറങ്ങുന്നവർ എന്ന് തന്നെ പറയും. അല്ലാഹുവിനോട് പറയുന്നുണ്ട്, വഅതൈനാഹും വഹും യുസല്ലൂൻ, ഞങ്ങൾ ഇറങ്ങി വന്നത് അസുറിന്റെ സമയത്താണ്. അസറിന്റെ സമയത്താണ് ഞങ്ങൾ ഇറങ്ങി വന്നത്. ആ സമയത്തും അവർ നിസ്കരിക്കുകയാണ്. അപ്പൊ നിസ്കരിക്കാതെ കളിച്ചിരിക്കുന്നവരെ കുറിച്ച് കളിക്കുകയാണെന്ന് പറയും. അസർ നിസ്കാരവും സുബഹി നിസ്കാരവും വളരെ പ്രധാനപ്പെട്ട 2 നിസ്കാരങ്ങളാണ്. അള്ളാഹു ആകാശത്തേക്ക് ഉടനെ തന്നെ അമലുകൾ ഉയർത്തുന്ന സമയമാണ്. ആ 2 നിസ്കാരങ്ങളിൽ നിർബന്ധമായും ജമാഅത്തിൽ പങ്കെടുക്കാൻ തന്നെ ശ്രമിക്കണം. എങ്കിലേ ഇവർ പറയുന്ന നിസ്കരിച്ചു കൊണ്ടിരിക്കെ പള്ളിയിൽ കയറി ഞങ്ങൾ ഇറങ്ങുമ്പോൾ നാട്ടുകാരെല്ലാം നിസ്കാരത്തിലാണ്, തിരിച്ചു വരുമ്പോൾ സുബഹിയായിട്ടുണ്ട്, അപ്പോഴവരെല്ലാം നിസ്കാരത്തിലാണ്. ഈ രീതിയിൽ ജമാഅത്തിന്, ഒന്നാമത്തെ ജമാഅത്തിൽ പങ്കെടുക്കുന്ന ആളുകൾക്കാണ് ഇത്തരം വലിയൊരു ഓഫറുകൾ ലഭിക്കുക. അല്ലാത്തവരെ കുറിച്ച് വളരെ വ്യക്തമായി അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയോട് വ്യക്തമായി പറഞ്ഞു കൊടുക്കും ഓരോ മലക്കുകളും. സത്യത്തിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അള്ളാഹുവിന് തന്നെ ഡയറക്റ്റ് നിരീക്ഷിച്ചാൽ മതി. അള്ളാഹുവിന് തന്നെ ഒരൊറ്റ നോട്ടത്തിൽ ലോകം മുഴുവനും കാണാൻ കഴിയും. പിന്നെന്തിനാ
ഇതൊക്കെ നമ്മെ ബോധവാന്മാരാക്കാൻ വേണ്ടി, ഭാവിയിൽ തെളിവുകൾ നിഷേധിക്കപ്പെടാതിരിക്കാൻ വേണ്ടി അള്ളാഹു വളരെ വ്യക്തമായി ഓരോ ആളുകളെ ഏൽപ്പിച്ച് നമ്മൾക്ക് മറുപടി പോലും നൽകാൻ പറ്റാത്ത രീതിയിൽ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യുമെന്നാണ്. അടുത്തത്, ഇത് ദിവസവും 2 തവണ അള്ളാഹു നിയോഗിക്കുകയാണ് മലക്കുകളെ. അടുത്തത് ആഴ്ചയിൽ 2 തവണ. തുഅറലു അഅമാലു ബനി ആദമ ഫീ കുല്ലി യൗമി ഇത്നൈൻ വഫീ കുല്ലി യൗമി ഖമീസ്. എല്ലാ തിങ്കളാഴ്ചയും അല്ലാഹു തആല മലക്കുകളെ ഭൂമിയിലേക്ക് പറഞ്ഞേക്കുന്നുണ്ട്. വഫീ കുല്ലി യൗമി ഖമീസ്, വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും അല്ലാഹു ഒരു കൂട്ടം മലക്കുകളെ ഭൂമിയിലേക്ക് പറഞ്ഞേക്കുന്നുണ്ട്. ആ മലക്കുകൾ വന്ന് അല്ലാഹുവിലേക്ക് തിരിച്ചു പോകും. ഫയർഹമുൽ മുതറഹിമീൻ, അല്ലാഹു കാരുണ്യം ചെയ്യും. ആർക്ക്? ജനങ്ങൾക്ക് കാരുണ്യ പ്രവർത്തനം ചെയ്യുന്നവർ, സഹചാരിയുടെ പ്രവർത്തകർ. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയാണ് പരിശുദ്ധമായ റമളാനിന്റെ വെള്ളിയാഴ്ചകളിൽ ഓരോ പള്ളികളിൽ നിന്നും നമ്മൾ കളക്ട് ചെയ്യുന്നത്. എന്നിട്ടോ വ്യത്യസ്തരായ രോഗികളെ സാന്ത്വനിപ്പിക്കാൻ, അവരെ ചികിത്സിപ്പിക്കാൻ, അവർക്ക് വേണ്ടി സാമ്പത്തികമായ സഹായം ചെയ്യാൻ വേണ്ടി ലക്ഷക്കണക്കിന് രൂപകളാണ് എല്ലാ വർഷവും SKSSFന്റെ സഹചാരി ജനങ്ങൾക്ക് വേണ്ടി വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ യർഹമുൽ മുതറഹിമീൻ, കാരുണ്യം ചെയ്യുന്നവർക്ക് അവർ കാരുണ്യം ചെയ്യും. അപ്പൊ തമ്മാടികൾക്കോ അഹങ്കാരികൾക്ക് കാരുണ്യം ലഭിക്കൂല. ചാരിറ്റി പ്രവർത്തനം നടത്തുന്നവർക്ക് പ്രത്യേകമായ റഹ്മത്ത് ലഭിക്കും, കാരുണ്യം ലഭിക്കും. പിന്നെയോ വയഗ്ഫിറു ലിൽ മുസ്തഗ്ഫിരീൻ, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്ന ആളുകൾക്ക് അല്ലാഹു പുറത്തു തരുമെന്നാണ് പറഞ്ഞത്. എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരുമ്പോ വയഗ്ഫിറു ലിൽ മുസ്തഗ്ഫിരീൻ, ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന ആളുകൾക്ക് അല്ലാഹു പുറത്തു തരുമെന്നാ പറഞ്ഞത്. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, എല്ലാ ദിവസവും രാവിലെ ഒരു 100 ഇസ്തിഗ്ഫാർ, രാത്രിയായാൽ ഒരു 100 ഇസ്തിഗ്ഫാർ ചെല്ലാൻ നമ്മൾ മറന്നു പോകരുത്. മഹാനായ അത്തിപ്പറ്റ ഉസ്താദിന്റെ പേരിലാണ് ഈ മഹത്തായ നഗരിയെ നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. അത്തിപ്പറ്റ ഉസ്താദ് ആളുകൾക്ക് നൽകാറുള്ള ഉപദേശങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടത് രാവിലെ ഒരു 100 ഇസ്തിഗ്ഫാർ, രാത്രി ഒരു 100 ഇസ്തിഗ്ഫാർ, അങ്ങനെ 200 ഇസ്തിഗ്ഫാർ ചെല്ലാൻ എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രചോദനമായത് മഹാനായ അത്തിപ്പറ്റ ഉസ്താദാണ്. എനിക്കറിയാം ആയിരങ്ങളെ അത്തിപ്പറ്റ ഉസ്താദിനെ സമീപിച്ചുകൊണ്ട് ദിവസവും രാവിലെ 100 ഇസ്തിഗ്ഫാർ, രാത്രി 100 ഇസ്തിഗ്ഫാർ ചെല്ലുന്ന ആയിരക്കണക്കിന് ആളുകളെ അറിയാം. അങ്ങനെ ഇസ്തിഗ്ഫാർ ചെല്ലുന്ന ആളുകൾക്ക് അല്ലാഹു പുറത്തു തരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഇങ്ങനെയെല്ലാം മലക്കുകൾ വന്ന് കാരുണ്യം ചെയ്യുന്നവരെ റഹ്മത്ത് കൊണ്ട് അനുഗ്രഹിക്കുകയും ഇസ്തിഗ്ഫാർ ചെല്ലുന്നവർക്ക് മാപ്പ് നൽകുകയും ചെയ്യുന്ന സമയം ഒരു വിഭാഗം ആളുകളെ അല്ലാഹു ശ്രദ്ധിക്കുകയേ ഇല്ല എന്നാണ്. ഒരു വിഭാഗം ആളുകളെ അല്ലാഹു ശ്രദ്ധിക്കുകയേ ഇല്ല. ആരാണവർ? ഒരു വിഭാഗം ആളുകളെ മെയിൻറ്റെയിൻ ചെയ്യൂല എന്നാണ്. അവർ ഈ കൂട്ടത്തിലുണ്ടാവും, ഈ സദസ്സിലുണ്ടാവും, നമ്മുടെ പരിചയങ്ങളിലുണ്ടാവും. ഇവിടെ ഇല്ലേ? ചൂടുണ്ടോ? ചൂടെടുക്കുന്നുണ്ടെങ്കിൽ 2 ഫാൻ നാളെ കൂടുതൽ വെച്ചോളി. ചൂടായ പിന്നെ ചൂട്, മഴയാണെങ്കിൽ മഴ, എല്ലാത്തിനും ഒരു കാരണം നമ്മൾക്ക് എന്തുണ്ടാവും അല്ലേ? ഇപ്പോൾ നല്ല മഴയാണെങ്കിൽ ആളുകൾ കുറഞ്ഞ പോലെ മഴയല്ല ഉസ്താദ് എങ്ങനെ വരികയെന്ന് ചോദിക്കും. ഇപ്പോൾ ചോദിച്ചാൽ പറയും നല്ല ചൂടല്ലേ, ഈ ചൂടിനൊക്കെ എങ്ങനെ വേദ പറയാ അല്ലെങ്കിൽ വേദ കേൾക്കുക. എല്ലാറ്റിനും ഒരു കാരണങ്ങൾ നമ്മൾക്കുണ്ടാവും. അല്ലാഹു ഒഴിവാക്കുന്നൊരു വിഭാഗമുണ്ട്. ആരാണവർ? വയത്റുകു അഹ്ലൽ ഹിഖ്ദി ബിഗില്ലിഹിം, ഒരു വിഭാഗം ആളുകളെ അല്ലാഹു ഒഴിവാക്കുമെന്നാണ് പറഞ്ഞത്. വയത്റുകു അഹ്ലൽ ഹിഖ്ദി ബിഗില്ലിഹിം, അല്ലാഹു തആല മൈൻഡ് ചെയ്യാത്തൊരു വിഭാഗം, ശ്രദ്ധിക്കാത്തൊരു വിഭാഗം, മനസ്സിൽ വെറുപ്പുള്ളവരാണ്. നമ്മുടെ കൂട്ടത്തിലൊക്കെ ഉണ്ടാവും. ദ്വിമുഖൻ എന്ന് പറയും, ഇരട്ട മുഖമുള്ള ആളുകൾ അല്ലേ? ഇരട്ട മുഖമുള്ള ആളുകൾ, ഇരട്ട ചങ്കുള്ള ആളുണ്ട്, ഇരട്ട മുഖമുള്ള ആളുകളുണ്ട്. അപ്പൊ ദ്വിമുഖൻ, ഇരട്ട മുഖമുള്ള ആളുകൾ, അത്തരം ആളുകളെ അല്ലാഹു മൈൻഡ് ചെയ്യൂല എന്നാണ്. അവരുടെ അമലുകൾ അല്ലാഹു സ്വീകരിക്കൂല എന്നാണ്.
ഡബിൾ ഗെയിം കളിക്കുന്ന ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിലൊക്കെ ഉണ്ടാവില്ലേ? കാണുമ്പോൾ നല്ല പുഞ്ചിരി അല്ലേ, അകത്ത് കത്തിയും പുറത്ത് പത്തിയും എന്ന് പറയും. സലാം പറയും, മിണ്ടും, ചിരിക്കും, കൂടെ നടക്കും, അവസരം കിട്ടിയ പിടിച്ചു തയ്യാർക്കും. മനസ്സിലായോ? അങ്ങനെ നിങ്ങളെ കൂട്ടത്തിലൊക്കെ ഉണ്ടാവും ആളുകൾ. നല്ല മുമ്പിൽ നല്ല മാലീസും സോപ്പിംഗ് ഒക്കെ ആയിട്ട് നടക്കും. പക്ഷെ ചാൻസ് കിട്ടിയാൽ അയാൾ എങ്ങനെയെങ്കിലും നശിപ്പിക്കാൻ, തകർക്കാൻ ശ്രമിക്കുന്ന ആളുകൾ, അഥവാ ഹൃദയത്തിൽ എന്നും ഒരു പക വെച്ച് നടക്കുന്ന ആളുകൾ, മനസ്സ് സംശുദ്ധമല്ല, അസൂയ വെച്ച് നടക്കുന്ന ആളുകൾ, അയാൾ ആര് വളരുന്നതും അവർക്കിഷ്ടമല്ല, മറ്റൊരാളുടെ വളർച്ച അയാൾക്ക് ഇഷ്ടമല്ല, എന്നാൽ മറ്റൊരാളുടെ തകർച്ച അയാൾക്ക് വലിയ ആശ്വാസമാണ്. അങ്ങനെ ഉണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ? നിങ്ങളിവിടെ ശ്രദ്ധിക്കണേ. അങ്ങനെ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? മനസ്സിൽ ആരെങ്കിലും വളരുമ്പോൾ മനസ്സിലൊരു വിഷമം തോന്നുന്നുണ്ടോ? ആരുടെയെങ്കിലും തകർച്ചയിൽ സന്തോഷം തോന്നുന്നുണ്ടോ? എങ്കിൽ ഖസിറത് ദുനിയാ വൽ ആഖിറ, ദുനിയാവും ആഖിറവും പരാജയപ്പെട്ടു പോയി. പെട്ടെന്ന് ഹൃദയത്തിൻ്റെ ചിന്തകളെ മാറ്റി വിശാല മനസ്കതയുള്ളവരായി മാറാൻ ശ്രമിക്കുക. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇബാദത്തുകൾ കൊണ്ടൊന്നും നമ്മൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. ഈ മനസ്സിൽ അസൂയയുള്ള ആളുകൾ, മനസ്സിൽ വെറുപ്പ് കൊണ്ട് നടക്കുന്ന ആളുകൾ, അവർ എത്ര ഇബാദത്ത് ചെയ്താലും അവർ രക്ഷപ്പെടുമെന്ന് പ്രതീക്ഷിക്കേ വേണ്ട. അവർ രക്ഷപ്പെടുകയേ ഇല്ല. സ്ത്രീകളൊക്കെ ശ്രദ്ധിക്കുക വിഷയം. പെണ്ണുങ്ങൾ വളരെ പ്രധാനമായി വിഷയം ശ്രദ്ധിക്കണം. നമ്മൾ തസ്ബീഹ് മാല കയ്യിൽ പിടിക്കലോ അല്ലെങ്കിൽ തഹജ്ജുദ് നിസ്കാരത്തിന് വേണ്ടി എണീറ്റ് സുജൂദിൽ കിടക്കലോ, സുന്നത്ത് നോമ്പും ഫർള് നോമ്പും സുന്നത്ത് നിസ്കാരവും ഫർള് നിസ്കാരം നിസ്കരിക്കലോ ഒന്നുമല്ല രക്ഷപ്പെടാനുള്ള മാനദണ്ഡം. രക്ഷപ്പെടാനുള്ള മാനദണ്ഡം ഹൃദയ വിശാലതയാണ്. അഹ്ലുൽ ഹിഖ്ദ്, മനുഷ്യരോട് പകയുള്ളവർ, വെറുപ്പുള്ളവർ, അസൂയയുള്ളവർ, അവരൊരിക്കലും ദുനിയാവിലും രക്ഷപ്പെടൂല, അവർ ആഖിറത്തിലും രക്ഷപ്പെടൂല. ദുനിയാവിലെങ്ങനെ? ദുനിയാവിൽ അവർക്കെന്നും ടെൻഷനായിരിക്കും. മറ്റൊരാൾ വളരുമ്പോൾ അയാൾക്ക് ടെൻഷനായിരിക്കും, അയാൾക്ക് ജീവിതത്തിൽ സന്തോഷമുണ്ടാവൂല, ഒരു സ്ട്രെസ് അയാളെ പിടികൂടും. ഉറങ്ങാൻ കിടക്കുമ്പോൾ നല്ല ഉറക്കം വരൂല, ഉണരുമ്പോൾ ഒരു ആശ്വാസം ഉണ്ടാവൂല. അതുകൊണ്ട് മനസ്സ് വിശാലമായാൽ, എല്ലാവരോടും നല്ല മനസ്സോടുകൂടി പെരുമാറാൻ കഴിഞ്ഞാൽ, മുമ്പിലൊരു മുഖം മറയത്തൊരു മുഖമല്ല, മുമ്പിലും മറയത്തും ഒന്ന് തന്നെ. ദേഷ്യമുണ്ടാകുമ്പോൾ മുമ്പിൽ പോയിട്ട് പറയും എനിക്കെന്തുകൊണ്ട് നിങ്ങളോട് ദേഷ്യമുണ്ട്. സ്നേഹമുണ്ടാകുമ്പോൾ മുമ്പിൽ പോയിട്ട് പറയും എനിക്ക് നിങ്ങളോട് ഇഷ്ടമാണ് എന്ന്. ഇയാളുടെ കുറവ് പോയി അപ്പുറത്ത് ചർച്ച ചെയ്യാതെ ഇയാളുടെ കുറവുകൾ ഇപ്പുറത്ത് വന്ന് ഡയറക്റ്റ് പറയുമ്പോഴാണ് ഇയാൾക്ക് തിരുത്താൻ കഴിയുക എന്ന ചിന്തയോടുകൂടി മുഖം നോക്കി സത്യങ്ങൾ വിളിച്ചു പറയാനും, മുഖം നോക്കി സത്യങ്ങൾ വിളിച്ചു പറയാനും, മുഖം നോക്കി ന്യൂനതകൾ വിളിച്ചു പറയാനും, നന്മകൾ കാണുമ്പോൾ പ്രോത്സാഹിപ്പിക്കാനുമുള്ള ഒരു മനസ്സ് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമ്മൾക്കെല്ലാവർക്കും ഉണ്ടാവണം. ഡബിൾ ഗെയിമിൻ്റെ ആളുകളായി നമ്മൾ മാറരുത്. കാരണം അത് വലിയ അപകടമാണ്. എൻ്റെ കൂടെ നടക്കുന്ന ആളുകൾ എൻ്റെ കൂടെ തന്നെ ഉണ്ട്. അയാൾ എൻ്റെ കൂടെ ഇങ്ങനെ നടന്ന് എൻ്റെ വിഷയങ്ങളൊക്കെ പഠിച്ച്, എന്നിട്ട് എൻ്റെ ന്യൂനതകൾ പോയി അപ്പുറത്ത് പോയിട്ട് എല്ലാം വിളമ്പുകയോ അപ്പുറത്ത് പോയി പറയുകയോ ചെയ്താൽ എനിക്ക് നന്നാവാൻ കഴിയില്ലല്ലോ. എൻ്റെ ന്യൂനതകൾ തിരുത്തി തന്നാലല്ലേ എനിക്ക് നന്നാവാൻ കഴിയുള്ളൂ. എൻ്റെ ന്യൂനതകൾ നിങ്ങളോട് പറഞ്ഞാൽ ഞാൻ എങ്ങനെ നന്നാവും? നിങ്ങളുടെ ന്യൂനതകൾ എന്നോട് പറഞ്ഞാൽ നിങ്ങളെങ്ങനെ നന്നാവും? അതുകൊണ്ട് തെറ്റ് ചെയ്യുന്നവരോട് പോയിട്ട് പറയാം, അല്ലാതെ വെറുതെ അനാവശ്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്തിട്ട് ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുത്തരുത് എന്ന് വളരെ സ്നേഹത്തോടു കൂടി പറയാൻ. വയത്റുകു അഹ്ലൽ ഹിഖ്ദി ബിഗില്ലിഹിം, മനസ്സിൽ വെറുപ്പുള്ള ആളുകളെ അള്ളാഹു മൈൻഡ് ചെയ്യൂല, അവരുടെ ഒരു അമലും അള്ളാഹു സ്വീകരിക്കൂല. അവർ മരണപ്പെട്ടാൽ നേരെ നരകത്തിലേക്കായിരിക്കും. അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. കുറച്ച് പണിയുണ്ട്. എല്ലാവരോടും സ്നേഹത്തോടുകൂടി വിശാല മനസ്കതയോടുകൂടി ജീവിക്കാൻ കുറച്ച് പണിയുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യ്. അല്ലാഹുമ്മ ഹസ്സിൻ ഖുലുഖി കമാ ഹസ്സൻത ഖൽഖി, അല്ലാഹുവേ എൻ്റെ സൃഷ്ടിപ്പിനെ നീ ഭംഗിയാക്കിയതുപോലെ എൻ്റെ സ്വഭാവത്തെ നീ നന്നാക്കണേ അല്ലാഹ്. മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണിത്.
അല്ലാഹുമ്മ ഹസ്സിൻ ഖുലുഖി കമാ ഹസ്സൻത ഖൽഖി. അല്ലാഹുവേ, എന്റെ സൃഷ്ടിപ്പിനെ ഭംഗിയാക്കിയതുപോലെ എന്റെ സ്വഭാവത്തെ നീ നന്നാക്കണേ എന്നുള്ള പ്രാർത്ഥന നിരന്തരമായി അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ സ്വഭാവം നന്നാക്കി തരട്ടെ. ഇപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ആരൊക്കെ നിരീക്ഷിക്കുന്നുണ്ട്? അള്ളാഹു, വലതുഭാഗത്തുള്ള മലക്ക്, ഇടതുഭാഗത്തുള്ള മലക്ക്, അതിനു പുറമെ കിറാമൻ ഹാഫിലീൻ, കിറാമൻ കാതിബീൻ, അതിനും പുറമെ എല്ലാ ദിവസവും 2 നേരം മലക്കുകളെ അയക്കുന്നു, ആഴ്ചയിൽ 2 തവണ മലക്കുകളെ അയക്കുന്നു. ഇത് കഴിഞ്ഞു. ഇനി അടുത്ത റെക്കോർഡിംഗ് പരിശുദ്ധമായ സൂറത്തു യാസീനിൽ അല്ലാഹു പറയുന്നുണ്ട്, اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. اليوم نختم على أفواههم. മനുഷ്യരുടെ ചുണ്ടുകളെ ഞാൻ പൂട്ടിവെക്കുന്നൊരു ദിവസം വരാനുണ്ട്. ഇന്ന് സംസാരിക്കുന്നത് നമ്മുടെ നാവാണ്. ചുണ്ടുകൾ തുറന്നു കിടക്കുന്നത് കൊണ്ടാണ് സംസാരിക്കാൻ കഴിയുന്നത്. പക്ഷേ അന്ന് ചുണ്ടുകളെ അല്ലാഹു പൂട്ടിവെക്കും. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ അയ്ദീഹിം. അന്ന് സംസാരിക്കുന്നത് അവരുടെ കരങ്ങളാണ്, കൈകളാണ് സംസാരിക്കുന്നത്. വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. അവരുടെ കാലുകൾ സാക്ഷി നിൽക്കുമെന്നാണ് പറഞ്ഞത്. അഥവാ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ നമ്മുടെ കൈകൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, നമ്മുടെ കാലുകൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. നീ പള്ളിയിലേക്ക് നടന്നു വന്നത് കാലുകൾ നാളെ അള്ളാഹുവിനോട് പറയും. സിനിമാ തിയേറ്ററിലേക്ക് നടന്നതും അള്ളാഹു നാളെ പറയും. കാലുകൾ പറയും, നാവ് വേണ്ട, കാലുകൾ പറയും, അല്ലാഹുവേ, എന്റെ കാലുകൊണ്ടയാൾ ഹറാമിലേക്ക് നടന്നിട്ടുണ്ട്, ഈ കാലുകൊണ്ടയാൾ നന്മയിലേക്ക് നടന്നതെല്ലാം വളരെ വ്യക്തമായി നമ്മുടെ കാലുകൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ചുണ്ടുകൾക്ക് സംസാരിക്കാൻ കഴിയാതിരിക്കുമ്പോ കൈകൾ റെക്കോർഡ് ചെയ്തത് കൈകൾ അല്ലാഹുവിനോട് പറയുമ്പോൾ നമ്മുടെ കാലുകൾ പറയുകയാണ്, അതേ റബ്ബേ, ഞാൻ സാക്ഷിയാണ്, ഞാൻ കണ്ടിട്ടുണ്ട് ഇയാൾ മോഷ്ടിക്കുന്നത്, ഞാൻ കണ്ടിട്ടുണ്ട് ഇയാൾ നിസ്കരിക്കുന്നത്, ഞാൻ കണ്ടിട്ടുണ്ട് ഇയാൾ സ്വതക കൊടുക്കുന്നത്, ഞാൻ കണ്ടിട്ടുണ്ട് ഇയാൾ അടിക്കുന്നത്. കൈകൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെയെല്ലാം കാലുകൾ റെക്കോർഡ് ചെയ്ത് അള്ളാഹുവിന്റെ കോടതിയിൽ സാക്ഷിയാകുമെന്നാണ്. ചുരുക്കി പറഞ്ഞാൽ രക്ഷപ്പെടാൻ ഒരു വഴിയില്ല. എല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇനി കഴിഞ്ഞോ? ഇല്ല. അടുത്തത് സൂറത്തു ഫുസ്സിലത്ത് അള്ളാഹു പറയുന്നുണ്ട്, ഹത്താ ഇദാ മാ ജാഊഹാ. എന്റെ സമീപത്തേക്ക് അവർ കടന്നു വന്നാൽ ഷഹീദ അലൈഹിം സംഉഹും. അവർക്കെതിരെ അവരുടെ ചെവി സാക്ഷി നിൽക്കുമെന്നാ പറഞ്ഞത്. അപ്പൊ ചെവിയും റെക്കോർഡ് ചെയ്യുന്നുണ്ട്. വഅബ്സ്വാറുഹും. അവരുടെ കണ്ണുകൾ അവർക്കെതിരെ സാക്ഷി നിൽക്കുമെന്നാണ് പറഞ്ഞത്. കണ്ണുകളും റെക്കോർഡ് ചെയ്യുന്നുണ്ട്. കണ്ണും ചെവിയും ഇവിടല്ലേ, ഇനി കേൾക്കണം. വജുലൂദുഹും. അവരുടെ ചൂണ്ടം വിരൽ മുതൽ തലവരെയുള്ള സകല ചർമ്മങ്ങളും, അവരുടെ തോലുകൾ അവർക്കെതിരെ സാക്ഷി നിൽക്കുന്നുണ്ട്. അവരുടെ തൊലികളും എല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ. എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും? ആരും കാണാതെ വാതിലിന്റെ കുറ്റയടിച്ച് ഫാനിന്റെ ശബ്ദമൊക്കെ നല്ല ഒച്ചത്തിലാക്കി 5ലും 6ലും ഹൈസ്പീഡ് ഫാൻ ഇട്ട് ബ്ലാങ്കറ്റിന്റെ ഉള്ളിൽ കയറിക്കൂടിയ ആരും ഒന്നും കാണൂല, ആരും ഒന്നും അറിയൂല എന്നല്ലേ നിങ്ങൾ വിചാരിച്ചത്? ബ്ലാങ്കറ്റിനകത്ത് തന്നെ റെക്കോർഡ് ചെയ്യുന്ന ക്യാമറകളുണ്ട്. കണ്ണും ചെവിയും നിങ്ങളുടെ ചർമ്മങ്ങളും. അല്ലാഹു പറയാണ്, ഹത്താ ഇദാ മാ ജാഊഹാ. എന്റെ സമീപത്തേക്ക് അവർ കടന്നു വന്നാൽ ഷഹീദ അലൈഹിം സംഉഹും. അവരുടെ കണ്ണുകൾ അവർക്കെതിരെ സാക്ഷി നിൽക്കും. വഅബ്സ്വാറുഹും. അവരുടെ ചെവികൾ അവർക്കെതിരെ സാക്ഷി നിൽക്കും. വഅബ്സ്വാറുഹും. അവരുടെ കണ്ണുകളും അവർക്കെതിരെ സാക്ഷി നിൽക്കും. വജുലൂദുഹും. അവരുടെ ശരീരത്തിലുണ്ടാകുന്ന സർവ്വത്തൊലികളും ചർമ്മങ്ങളും അവർക്കെതിരെ സാക്ഷി നിൽക്കും. ബിമാ കാനൂ യഅമലൂൻ. അവർ ചെയ്ത സകല പ്രവർത്തനങ്ങളും, അവരുടെ സകല കർമ്മങ്ങളും എല്ലാം അല്ലാഹുവിനോട് പറഞ്ഞു കൊടുക്കുമെന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നത്. മലക്കുകളുടെ റെക്കോർഡിങ്ങിന് പുറമെ നമ്മുടെ കൈകളും കാലുകളും ചർമ്മങ്ങളും ചെവിയും കണ്ണും എല്ലാം റെക്കോർഡ് ചെയ്ത് അല്ലാഹുവിനോട് നാളെ പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ. ഇനി അതൊക്കെ പോട്ടെ,
അടുത്തത് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണിത്. യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അത്ഖാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ. ഭൂമി അതിന്റെ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്ന ദിവസം. യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ, ഭൂമിയെല്ലാം പറഞ്ഞു കൊടുക്കുന്ന ദിവസം. ഭൂമി പറഞ്ഞു കൊടുക്കൂത്രേ. നിങ്ങൾ ഇരുന്ന സ്ഥലം നിങ്ങൾക്ക് സാക്ഷി നിൽക്കും. നിങ്ങൾ നിസ്കരിച്ച സ്ഥലം നിങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കും. നിങ്ങൾ കിടന്നുറങ്ങിയ സ്ഥലം നിങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കും. നിങ്ങൾ നടന്ന സ്ഥലം നിങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കും. യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ, ഭൂമി ആരൊക്കെ നടന്നു, എന്തൊക്കെ ചെയ്തു, ആരൊക്കെ ഇരുന്നു, എല്ലാം ഭൂമി അള്ളാഹുവിനോട് പറഞ്ഞു കൊടുക്കും. ഇതിനെക്കുറിച്ച് നബി തങ്ങൾ ചോദിക്കുന്നുണ്ട്, അതദ്റൂന മാ അഖ്ബാറുഹാ, നിങ്ങൾക്കറിയുമോ എന്താ ഭൂമി പറഞ്ഞു കൊടുക്കുക എന്ന്? ഭൂമിയുടെ കഥകൾ എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? സ്വഹാബാക്കൾ പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം, ഞങ്ങൾക്കറിയില്ല എന്താ ഈ ഭൂമി പറഞ്ഞു കൊടുക്കാൻ. അപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞത്, ശ്രദ്ധിക്കണേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, സഹോദരങ്ങളെ ശ്രദ്ധിക്കണം. ഫഇന്ന അഖ്ബാറഹാ, എന്താണ് ഈ ഭൂമി പറഞ്ഞു കൊടുക്കുന്നത്? അൻ തശ്ഹദ അലാ കുല്ലി അബ്ദിൻ വഅമ, എല്ലാ പുരുഷനും എല്ലാ സ്ത്രീകൾക്കുമെതിരെ അള്ളാഹുവിന്റെ കോടതിയിൽ ഭൂമി സാക്ഷി നിൽക്കുമെന്നാണ്. ബിമാ അമില അലാ ളുഹ്രിഹാ, നിങ്ങൾ വാതിലിന്റെ കുറ്റിയടിച്ച് നിങ്ങളുടെ മുറിക്കകത്തളങ്ങളിൽ കയറി രാത്രി 10 മണി മുതൽ സുബഹി വരെ നിങ്ങളുടെ കാമുകന്മാരോട് സംസാരിച്ച കഥകൾ നിങ്ങളുടെ റൂമിന്റെ 4 ചുമരുകൾ അള്ളാഹുവിനോട് പറഞ്ഞു കൊടുക്കുമെന്നാണ്. 4 ചുമരുകൾ, അതിനു പുറമെ അതിന്റെ ഫ്ലോർ, ഭൂമി മുഴുവനും പറഞ്ഞു കൊടുക്കും. ഇതും റെക്കോർഡ് ചെയ്യുന്നുണ്ട്. യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ, യൂണിഫോം മാറ്റിയത്, മാളുകളിൽ പോയി, ബാത്റൂമിൽ പോയി, പള്ളികളിൽ പോയി യൂണിഫോം മാറ്റി ചങ്ങാതിമാരുടെ കൂടെ കറങ്ങി നടന്നത്, സ്കൂളിലേക്ക് പോവാതെ ക്ലാസ് വെട്ടിച്ച് അധ്യാപകരുടെ കണ്ണ് വെട്ടിച്ചു മാതാപിതാക്കളുടെ കണ്ണ് വെട്ടിച്ച് കറങ്ങാൻ നടന്നത് ഭൂമി റെക്കോർഡ് ചെയ്യുന്നുണ്ട്. വസ്ത്രം ചേഞ്ച് ചെയ്യുന്നതും തിരിച്ചു വരുന്നതും നീ ചെയ്യുന്നതെല്ലാം ഭൂമി റെക്കോർഡ് ചെയ്യുകയാണ്. ഈ ഭൂമി സാക്ഷി നിൽക്കും. മൻ തശ്ഹദ അലാ കുല്ലി അബ്ദിൻ വഅമ, ഓരോ ആണിനെതിരെയും ഓരോ പെണ്ണിനെതിരെയും സാക്ഷി നിൽക്കും. ബിമാ അമില അലാ ളുഹ്രിഹാ, ഭൂമിയുടെ മുകളിൽ വെച്ച് ചെയ്ത സകല പ്രവർത്തനങ്ങളും. ബക്കറ്റ് വരുമ്പോൾ നിങ്ങളൊരു 10 രൂപ ബക്കറ്റിലിട്ടാൽ അതിന് പോലും ഭൂമി സാക്ഷിയാണ്. പള്ളിയിലേക്ക് നടന്നു വന്നത്, വഅദിന്റെ സദസ്സിലേക്ക് നടന്നു വന്നത്, പരിശുദ്ധമായ ഖുർആൻ എടുത്ത് പാരായണം ചെയ്തത്, അള്ളാഹുവിന്റെ കോടതിയിൽ നാളെ പറയുമത്രേ, അമില കദാ വകദാ യൗമ കദാ വകദാ, ഇന്നാലിന്ന ദിവസം, ഇന്നാലിന്ന സമയം, ഇന്നാലിന്ന സ്ഥലത്ത് വെച്ച് ഇയാളിത് ചെയ്തിട്ടുണ്ട് എന്ന് ഭൂമി അള്ളാഹുവിനോട് പറയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. എങ്ങനെ രക്ഷപ്പെടും? ആർക്കാണ് രക്ഷപ്പെടാൻ കഴിയുക? ഇതിൽ നിന്നെല്ലാം മാറി നിന്ന് ഇവരുടെ എല്ലാം കണ്ണ് വെട്ടിച്ചുകൊണ്ട് തെറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ധൈര്യമായി ചെയ്തോളൂ. ഇതിന്റെ എല്ലാം കണ്ണ് വെട്ടിച്ച് ഈ ക്യാമറകളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് തെറ്റ് ചെയ്യാൻ പറ്റുമോ? ധൈര്യമായിട്ട് ചെയ്തോളൂ. അതിന് കഴിയില്ലേ എങ്കിൽ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങണം. അള്ളാഹു നമ്മൾക്ക് പുറത്തു തരട്ടെ. ഇത് ഭൂമിയാണെങ്കിൽ ഇനി എല്ലാ ദിവസവും നമ്മുടെ സർവ്വ പ്രവർത്തനങ്ങളും റെക്കോർഡ് ചെയ്യുന്നുണ്ട്. 2019 മെയ് 12 രാവിലെ സുബഹി നിസ്കരിക്കാൻ വേണ്ടി, അത്താഴം കഴിക്കാൻ വേണ്ടി നിങ്ങൾ ഉണരുമ്പോ ആ ദിവസം നിങ്ങളോട് വിളിച്ചു പറയുന്നുണ്ട്, ലൈസ മിൻ യൗമി യഅതി അല ഇബ്നി ആദമ ഇല്ലാ യുനാദാ ഫീ. ഇന്ന് രാവിലെ അത്താഴം കഴിക്കാൻ വേണ്ടി നിങ്ങൾ എണീറ്റപ്പോ നിങ്ങളുടെ പേര് വിളിച്ചുകൊണ്ട് ഇന്നത്തെ മെയ് 12 നിങ്ങളോട് പറഞ്ഞത് യബ്ന ആദം. അല്ലയോ ചെറുപ്പക്കാരാ, അല്ലയോ സഹോദര സഹോദരി, അന ഖൽഖുൻ ജദീദ്, ഞാൻ ഇന്ന് പുതിയ ദിവസമാണ്. മെയ് 11 കഴിഞ്ഞുപോയി, മെയ് 12 ഞാൻ ഇന്ന് പുതിയ ദിവസമാണ്. വ അന ഫീമാ തഅമലു അലൈക ഗദൻ ഷഹീദ്, നീ ഇന്ന് വൈകുന്നേരം വരെ, ഇന്ന് മഗ്രിബ് ബാങ്ക് വിളിക്കുന്നത് വരെ എന്ത് ചെയ്താലും അതെല്ലാം ഞാൻ ഒപ്പിയെടുക്കുന്നുണ്ട്, അതെല്ലാം ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. നന്മ ചെയ്താൽ ഞാൻ അനുകൂലമായി സാക്ഷി നിൽക്കുമെന്നും തിന്മ ചെയ്താൽ നിനക്കെതിരെ സാക്ഷി
നിൽക്കുമെന്നും അത്താഴ സമയത്ത് നിങ്ങൾ എണീറ്റപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളോട് വിളിച്ചു പറയുന്നുണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഫഅമൽ ഫിയ ഖൈറാ, അതുകൊണ്ട് ഇന്നത്തെ ഈ ദിവസം നല്ലത് മാത്രം ചെയ്തോളൂ. അശ്ഹദു ലക ഗദാ, ഇന്ന് നീ ചെയ്ത നന്മകളെ നിനക്കനുകൂലമായി അല്ലാഹുവിന്റെ കോടതിയിൽ പോയി ഞാൻ സാക്ഷി നിന്നോളാം. ഫഇന്നീ ലൗ ഖദ് മളൈതു, ഇന്നത്തെ മഗ്രിബ് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ലം തറനി അബദാ, ഇനി ഒരിക്കലും ഞാൻ തിരിച്ചു വരൂല കേട്ടോ, ഇനി ഒരിക്കലും ഞാൻ തിരിച്ചു വരൂല. മഗ്രിബ് ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ ഇനി മേലാൽ നിനക്ക് എന്നെ കണ്ടെത്താൻ കഴിയില്ല. ഒരു നന്മ എന്റെ ഈ ദിവസം ചെയ്യണമെന്ന് തോന്നിയാൽ നിനക്ക് കഴിയില്ല. ഇനി വരാനിരിക്കുന്നത് 2020 മെയ് 12-ാം തീയതിയാണ്. 2019 മെയ് 12-ാം തീയതി ഖിയാമത്ത് നാൾ വരെ നിനക്ക് ലഭിക്കൂല എന്ന് ഓരോ ദിവസവും നിന്നോട് പറയുന്നുണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. പകലും പറയുന്നുണ്ട്, രാത്രിയും പറയുന്നുണ്ട്. വയഖൂലുൽ ലൈലു മിസ്ല ദാലിക, ഇതേപോലെ രാത്രിയും പറയുന്നുണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ മരിച്ചു പോവുകയാണ്. നമ്മളിൽ നിന്നുള്ള ഓരോ ആളുകൾ മരണപ്പെട്ട് ഖിയാമത്ത് നാൾ അടുത്തു വന്ന് ലോകാവസാനം സംഭവിച്ചു കഴിഞ്ഞ് ഒന്നാമത്തെ കാഹളത്തിൽ നിന്ന് ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ ഊത്തുകഴിഞ്ഞ് രണ്ടാമത്തെ കാഹളം കൊണ്ട് ഊതുകയും എല്ലാ ജനങ്ങളും ഖബറിൽ നിന്ന് പുനർജനിക്കുകയും നേരെ മഹ്ശറയിലേക്ക് പോകുന്ന സന്ദർഭം ഓർക്കണം. അവിടെ വെച്ച് അല്ലാഹു പറയുകയാണ്, വവുളിഅൽ കിതാബ്, സൂറത്തുൽ കഹ്ഫിലെ ആയത്താണിത്. വവുളിഅൽ കിതാബു ഫതറൽ മുജ്രിമീന മുഷ്ഫിഖീന മിമ്മാ ഫീ വയഖൂലൂന യാ വൈലതനാ മാ ലിഹാദൽ കിതാബ്. സൂറത്തുൽ കഹ്ഫാണിത്. വവുളിഅൽ കിതാബ്, അല്ലാഹു തആല റെക്കോർഡ് ചെയ്യപ്പെട്ട സകല ഫയലുകളും നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് വെക്കുന്ന സന്ദർഭം ഓർക്കണം. ഫതറൽ മുജ്രിമീന മുഷ്ഫിഖീൻ, തെറ്റ് ചെയ്യുന്ന ആളുകൾ, കുറ്റവാളികളായ ആളുകൾ, അല്ലാഹുവിനെ ധിക്കരിച്ച് നടന്ന ആളുകൾ, ഇവര് ജീവിതത്തിൽ ചെയ്തു പോയ സർവമാന തെറ്റുകളും കാണുമ്പോ ഈ ഫയൽ കയ്യിൽ പിടിച്ചുകൊണ്ടവർ പറയുമത്രേ, വയഖൂലൂൻ, അല്ലാഹുവിനോട് അവർ പറയും, യാ വൈലതനാ, അല്ലാഹുവേ ഞങ്ങളുടെ കഷ്ടം തന്നെയാണ്, ഞങ്ങൾ അപകടത്തിലാണ്. മാലിഹാദൽ കിതാബ്, എന്ത് കിതാബാണിത്, എന്തൊരു റെക്കോർഡിംഗ് ആണിത്. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറ, ഞങ്ങൾ അറിയാതെ ചെയ്തത് വിട്ടുപോയിട്ടില്ല, അറിഞ്ഞു ചെയ്തതും വിട്ടുപോയിട്ടില്ല, രഹസ്യമായി ചെയ്തതും വിട്ടുപോയിട്ടില്ല, പരസ്യമായി ചെയ്തതും വിട്ടുപോയിട്ടില്ല, ചെറിയ ഒരു ദോഷം പോലും വിട്ടുപോയിട്ടില്ല. അല്ലാഹുവേ, ഇരുട്ടിന്റെ മറയത്ത് ആരും കാണാതെ ഞാൻ ചെയ്ത ചെറിയ പാപങ്ങൾ വരെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുമുണ്ടോ റെക്കോർഡുകൾ? ലാ യുഗാദിറു സഗീറതൻ വലാ കബീറ, ചെറുതും വലുതും ഒന്നുപോലും ഒഴിവാക്കാതെ ഇല്ലാ അഹ്സാഹാ, എല്ലാം നീ റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ട്. വവജദൂ മാ അമിലൂ ഹാദിറാ, അവർ ചെയ്തതെല്ലാം ലൈവായി അവർ കാണുമെന്നാണ് പരിശുദ്ധമായ സൂറത്തുൽ കഹ്ഫിൽ പറയുന്നത്. വവജദൂ, അവർ കാണുക തന്നെ ചെയ്യും. മാ അമിലൂ, അവർ ദുനിയാവിൽ ചെയ്തത് ഹാദിറാ, ലൈവായി കാണും, ലൈവായി കാണും. അവരെന്താണോ ചെയ്തത്, അവരെന്താണോ പ്രവർത്തിച്ചത്, എല്ലാം വളരെ ലൈവായി വീഡിയോ സഹിതം തന്നെ കാണും മുഅ്മിനീങ്ങളെ. വവജദൂ മാ അമിലൂ ഹാദിറാ, അവർ ചെയ്തതെല്ലാം ലൈവായി അവർ നാളെ കാണും. വലാ യളിമു റബ്ബുക അഹദാ, തെറ്റു ചെയ്യാത്ത ഒരാളെയും ശിക്ഷിക്കാനിത് നമ്മുടെ നാട്ടിലുള്ള പോലീസുകാരല്ല. തെറ്റു ചെയ്യാത്ത ആളുകളെ, നിരപരാധികളായ ആളുകളെ കൊണ്ടുപോയി നരകത്തിലേക്ക് വലിച്ചെറിയാൻ നമ്മുടെ നാട്ടിലുള്ള നിയമമല്ല, നമ്മുടെ നാട്ടിലുള്ള നിയമപാലകരല്ല. തെറ്റു ചെയ്ത ആളുകളെ മാത്രമേ അല്ലാഹു നാളെ ശിക്ഷിക്കുള്ളൂ എന്ന് പരിശുദ്ധമായ സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളെല്ലാവരും തെറ്റുകാരാണെന്ന കാര്യത്തിൽ സംശയമില്ല. തെറ്റു ചെയ്യാത്ത ആളുകളില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വഅല പറയുന്നവരാ
കാണുന്നവരായാലും കേൾക്കുന്നവരായാലും അള്ളാഹുവിന്റെ ഹബീബിന്റെ വഫാത്തിന്റെ ശേഷം തെറ്റു ചെയ്യാത്തവരിവിടെ വന്നിട്ടേയില്ല, വരികയുമില്ല. അവസാനമായി തെറ്റിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ട ഒരാൾ അള്ളാഹുവിന്റെ ഹബീബാണ്. തെറ്റ് ചെയ്യാത്തവരാൾ അള്ളാഹുവിന്റെ ഹബീബാണ്. ഹബീബിന്റെ കാലശേഷം എല്ലാവരും തെറ്റുകാരാണ്. അതുകൊണ്ട് തെറ്റു ചെയ്തു എന്ന പേടിയോടുകൂടി നിരാശരായി ജീവിക്കേണ്ട ആവശ്യമില്ല. പ്രതീക്ഷയോടുകൂടി അള്ളാഹുവിലേക്ക് മടങ്ങി എല്ലാ റെക്കോർഡുകളും മായ്ച്ചു കളയാൻ, എല്ലാ രേഖകളും മായ്ച്ചു കളയാൻ, അള്ളാഹുവിന്റെ കോടതിയിലെത്തുമ്പോൾ ഒരു തെറ്റുപോലുമില്ലാതെ, ഒരു തിന്മ പോലും ബാക്കിയില്ലാതെ സുരക്ഷിതരായി സ്വർഗത്തിലെത്താനുള്ള വഴി അള്ളാഹുവിന്റെ ഹബീബും പരിശുദ്ധ ഖുർആനും നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ സ്വീകാര്യമായ അനുഗ്രഹീതമായ രാവുകളിൽ, രാത്രികളിൽ, പകലുകളിൽ അള്ളാഹുവിനോട് നിരന്തരമായി ദുആ ചെയ്യുക എന്നുള്ളതാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സകലമാന പാപങ്ങളും അല്ലാഹു പുറത്തു തരട്ടെ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ മഅശറൻ നിസാ, ഓ പെണ്ണുങ്ങളെ. സ്ത്രീകളെ വിളിച്ചുകൊണ്ട് നബി തങ്ങൾ പറയാൻ, അതിൻ്റെ സദസ്സുകളിലൊക്കെ ബഹുഭൂരിഭാഗവും സ്ത്രീകളാണ് ഉണ്ടാവുക. അത് ആണുങ്ങൾ ഗൾഫിലായതുകൊണ്ടൊന്നല്ല. ആണുങ്ങൾ ഗൾഫിലാണെങ്കിൽ ടൂർണമെന്റ് നടക്കുമ്പോൾ അവിടെയും പെണ്ണുങ്ങൾ വേണ്ടേ, ഗാനമേള നടക്കുമ്പോൾ അവിടെയും പെണ്ണുങ്ങൾ കൂടുതൽ വേണ്ടേ. അതിൻ്റെ സദസ്സിൽ മാത്രമാണല്ലോ പെണ്ണുങ്ങൾ കൂടുതലുണ്ടാവും, ആണുങ്ങൾ കുറവും. അപ്പോൾ ഇത് ഗൾഫിൽ പോയത് കൊണ്ടോ ജോലി തിരക്കൊന്നുമല്ല, ആണുങ്ങൾക്ക് അത്ര മദീനാണ്. പെണ്ണുങ്ങൾ അല്ല ഇഖ്ലാസുള്ള, നന്നാവണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അള്ളാഹു നമ്മെല്ലാവരെയും നന്നാക്കി തരട്ടെ, അള്ളാഹു എല്ലാവരെയും നന്നാക്കി തരട്ടെ. അപ്പൊ നിമിത്തങ്ങൾ പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, യാ മഅശറൻ നിസാ, ഓ സ്ത്രീകളുടെ കൂട്ടമേ, ഓ സ്ത്രീകളെ, തസദ്ദഖ്ന, നിങ്ങൾ സ്വതഖ ചെയ്യണം. അതേപോലെ വഅക്സിർന മിനൽ ഇസ്തിഗ്ഫാർ, നന്നായി ഇസ്തിഗ്ഫാറും ചെയ്യണം. ഇസ്തിഗ്ഫാർ ചെയ്യണം, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയണം. ഫഇന്നി റഅയ്തുകുന്ന അക്സറ അഹ്ലിന്നാർ, ഞാൻ നരകം കണ്ടപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടത് നിങ്ങളെയാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. നരകം കണ്ടപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടത് നിങ്ങളെയാണ്. പെണ്ണുങ്ങളാണ് വാലിന് വരുന്നത്, സ്ത്രീകളാണ് നന്നായി വാല് കേൾക്കുന്നത്. എന്നാൽ ആ സ്ത്രീകളോട് അല്ലാഹു വളരെ പ്രധാനമായി പറയുന്നത്, രക്ഷപ്പെടാൻ നിങ്ങളുടെ മുമ്പിലുള്ള വഴി രണ്ടെണ്ണമാണ്. നിങ്ങളുടെ മുമ്പിൽ മാത്രമല്ല, പുരുഷന്മാരുടെ മുമ്പിലും രക്ഷപ്പെടാനുള്ള വഴി രണ്ടെണ്ണമാണ്. ഒന്ന് തസദ്ദഖ്ന, നന്നായി സ്വതഖ ചെയ്യണം. ഒരു സഹോദരി ഇവിടെ സ്വർണ്ണ ആഭരണം, സ്വർണ്ണ മോതിരം ഇവിടെ സംഭാവന ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല ആ സഹോദരിയുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാത്ത സ്വർഗം ലഭിക്കാൻ ഈ മഹത്തായ സ്വർണ്ണാഭരണം കാരണമായി അല്ലാഹു സ്വീകരിക്കട്ടെ. ഇതിനേക്കാളും നല്ല ആഭരണങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു ആ സഹോദരിക്ക് ധരിപ്പിക്കട്ടെ. ആ സഹോദരിയുടെ കുടുംബത്തിലും മക്കളിലും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാവിധ അസുഖങ്ങളിൽ നിന്നും അല്ലാഹു സലാമത്താക്കട്ടെ. അപ്പൊ സ്ത്രീകളെ വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, യാ മഅശറൻ നിസാ, ഓ സ്ത്രീകളെ, തസദ്ദഖ്ന, നിങ്ങൾ നന്നായി സ്വതഖ ചെയ്യണം. വഅക്സിർനൽ ഇസ്തിഗ്ഫാർ, നന്നായി ഇസ്തിഗ്ഫാർ ചെല്ലണം, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചെല്ലണം. അതേപോലെ കഴിവിന്റെ പരമാവധി സ്വതഖ ചെയ്യണം. സ്വർണ്ണാഭരണങ്ങളാണെങ്കിൽ അങ്ങനെ, ക്യാഷ് ഉണ്ടെങ്കിൽ അങ്ങനെ. അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് നന്നായി സ്വതഖ ചെയ്താൽ നിങ്ങൾക്ക് നാളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാം. ഫഇന്നീ റഅയ്തുകുന്ന അക്സറ അഹ്ലിന്നാർ, നരകത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടത് നിങ്ങളെയാണ്. അതുകൊണ്ട് നിങ്ങൾ നന്നായി ഇസ്തിഗ്ഫാർ ചെല്ലാൻ മറക്കരുത് എന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. ഇന്ന ലികുല്ലി ദാഇൻ ദവാ, എല്ലാ രോഗങ്ങൾക്കും മരുന്നുകളുണ്ട്. മരുന്നില്ലാത്ത രോഗമില്ല. പക്ഷെ മരുന്നുകൾ പലതും കണ്ടുപിടിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. എല്ലാ രോഗത്തിനും മരുന്നുണ്ട്, കണ്ടുപിടിച്ചിട്ടില്ല. ഇന്ന ലികുല്ലി ദാഇൻ ദവാ, എല്ലാ രോഗങ്ങൾക്കും മരുന്നുണ്ട്. വഇന്ന ദവാഅദ് ദുനൂബിൽ ഇസ്തിഗ്ഫാർ, തെറ്റു ചെയ്താൽ ഒരാളൊരു തെമ്മാടിയായി മാറിയാൽ അയാൾക്കുള്ള മരുന്ന് ഇസ്തിഗ്ഫാർ ചെല്ലലാണ്. ഇസ്തിഗ്ഫാർ കൊണ്ട് ഏതൊരു തെമ്മാടിക്കും ഒരു വലിയായി മാറാൻ കഴിയും. ഇസ്തിഗ്ഫാർ കൊണ്ട് ഏതൊരു തെമ്മാടിക്കും ഒരു വലിയ ആയി മാറാൻ കഴിയും, ഒരു സൂഫി വര്യനായി മാറാൻ കഴിയും.
അപ്പം തെമ്മാടികളൊക്കെ നരകത്തിലാണ് എന്ന സർട്ടിഫിക്കറ്റ് കൊടുക്കണോ? വേണ്ട. കള്ളു കുടിച്ചാലും വ്യഭിചരിച്ചാലും അങ്ങനെ ജീവിതത്തിൽ ആരോഗ്യമുള്ള സമയത്ത്, സമ്പത്തുള്ള സമയത്ത് തോന്നിവാസങ്ങളൊക്കെ ഒരുപാട് ചെയ്താലും പെട്ടെന്നൊരു നിമിഷം കൊണ്ട്, ഒരു സെക്കൻഡ് കൊണ്ട് അയാൾക്ക് നന്നാവണമെന്ന് തോന്നി, അയാൾ ഇസ്തിഗ്ഫാർ ചൊല്ലി തെറ്റിൽ നിന്നൊക്കെ മാറി നിന്ന് ഇനി ആവർത്തിക്കില്ല എന്ന ഉറപ്പോടുകൂടി ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ ആ സെക്കൻഡ് മുതൽ അയാൾ ഉമ്മ പെറ്റ മക്കളെപ്പോലെ ഒരു തെറ്റും ചെയ്യാത്ത നിഷ്കളങ്കരെ പോലെയായി മാറും. മനസ്സിലായോ? നമ്മൾ ആരെയും സ്വർഗക്കാരനുമാക്കണ്ട, നരകക്കാരനുമാക്കണ്ട. ചില ആളുകൾ അങ്ങനെയാണ്, പെട്ടെന്ന് നരകക്കാരനാക്കും. നമ്മളങ്ങനെ ആരെയും സ്വർഗക്കാരനോ നരകക്കാരനോ ഒന്നും ആക്കണ്ട. ആർക്കും അള്ളാഹുവിൻ്റെ വിലായത്തിൻ്റെ പദവിയിലേക്ക് എത്താൻ ഒരു സെക്കൻഡ് മതി, കൂടുതൽ സമയമൊന്നും വേണ്ട. ഒരാൾക്ക് നന്നാവാൻ ഒരു റമദാൻ വേണമെന്നില്ല. അയാൾക്ക് തോന്നി എനിക്ക് നന്നാവണം, ഉടനെ തന്നെ ചെയ്യുന്ന തെറ്റിൽ നിന്ന് അയാൾ മാറി ഇനി ഒരിക്കലും ആവർത്തിക്കില്ല എന്ന ഉറപ്പോടുകൂടി അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങിയാൽ അള്ളാഹു എല്ലാ തെറ്റും പുറത്തു കൊടുക്കും. അതുകൊണ്ട് നമ്മുടെ മുമ്പിലൊക്കെ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള വഴി തുറക്കപ്പെട്ട് കിടക്കുകയാണ്. കഴിഞ്ഞതൊക്കെ മറന്നേക്ക്. മലാമാ മല അഫല്ലാഹു അമ്മാ സലഫ്. കഴിഞ്ഞതെല്ലാം അള്ളാഹു മാപ്പ് നൽകട്ടെ, കഴിഞ്ഞതെല്ലാം അള്ളാഹു പുറത്തു തരട്ടെ. ഇനിയുള്ള കാലം തെറ്റു ചെയ്യാതെ ജീവിക്കാൻ നമ്മളൊക്കെ ശ്രമിക്കുക. അള്ളാഹു നമ്മെ നന്നാക്കി തരട്ടെ. ഇപ്പൊ 2 മരുന്നുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ ഒരു ആയത്തോതിക്കൊണ്ട് 2 മരുന്നുകൾ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. 2 മരുന്നുകൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. വമാ കാനല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം വമാ കാനല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. അല്ലാഹുവിൻ്റെ ഹബീബ് പറയുകയാണ്, 2 മരുന്നുകൾ അല്ലാഹുവിൻ്റെ ഹബീബിനോട് അല്ലാഹു പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. 2 മരുന്നുകൾ. ഏതാണ് ആ 2 മരുന്ന്? ഈ 2 മരുന്ന് നിങ്ങൾ ഉപയോഗിച്ചാൽ അള്ളാഹുവിൻ്റെ ശിക്ഷ നിങ്ങളിലേക്ക് ഇറങ്ങൂല. മഴയില്ലാതെ അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കൂല. മഴ നൽകിക്കൊണ്ടും അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കൂല. കൊടുങ്കാറ്റ് കൊണ്ട് പരീക്ഷിക്കൂല. ക്ഷാമം കൊണ്ട് പരീക്ഷിക്കൂല. വിലവർദ്ധനവ് കൊണ്ട് അള്ളാഹു പരീക്ഷിക്കൂല. രോഗങ്ങൾ കൊണ്ട് അള്ളാഹു പരീക്ഷിക്കൂല. 2 മരുന്നുണ്ട്. ആ 2 മരുന്ന് ഉപയോഗിച്ചാൽ മതി. ഒന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നബി തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം അള്ളാഹു നമ്മെ ശിക്ഷിക്കൂല എന്നാ പറഞ്ഞത്. എന്നാൽ നബി തങ്ങൾ വഫാത്തായാൽ ശിക്ഷകൾക്ക് സാധ്യതയുണ്ട്. നബി തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ശിക്ഷയില്ല, വഫാത്തായാൽ ശിക്ഷയുണ്ട്. നബി തങ്ങൾ വഫാത്തായില്ലേ, ഇനി ശിക്ഷകൾക്ക് സാധ്യതയുണ്ട്. ഇനി ശിക്ഷയെ തടയാനുള്ള മരുന്ന് വമാ കാനല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന കാലത്തോളം എല്ലാവരും ഇസ്തിഗ്ഫാർ ചൊല്ലണം. ഒരു വീട്ടിലുള്ള മുതിർന്നവരായ ആളുകൾ, ഉമ്മ, ഉപ്പ, വല്ലിപ്പ, വല്ലിമ്മ, മക്കൾ, പേരക്കുട്ടികൾ എല്ലാവരും ഇസ്തിഗ്ഫാർ ചൊല്ലണം. ആ ഉത്തരവാദിത്വം ഉമ്മമാർ ഏറ്റെടുക്കണം. നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരും ഒരു 100 ഇസ്തിഗ്ഫാർ ചൊല്ലുന്നുണ്ട് എന്നുള്ള ഉത്തരവാദിത്വം സഹോദരിമാർ ഏറ്റെടുക്കണം. നിങ്ങൾ ചൊല്ലണം. നിങ്ങളുടെ ഭർത്താവിനെ കൊണ്ട് ചൊല്ലിക്കണം, നിങ്ങളുടെ മക്കളെ കൊണ്ട് ചൊല്ലിക്കണം. 100 ഇസ്തിഗ്ഫാർ, മൊത്തത്തിലൊരു 100, മാക്സിമം മിനിമം ഒരു മൊത്തത്തിൽ രാവിലെയും രാത്രിയായിട്ടൊരു 100, അല്ലെങ്കിൽ രാവിലെ ഒരു 100, രാത്രി ഒരു 100. 100 ഇസ്തിഗ്ഫാർ ചൊല്ലാൻ എത്ര സമയം വേണം? 100 ഇസ്തിഗ്ഫാർ ചൊല്ലാൻ എത്ര സമയം വേണം? 10 മിനിറ്റ് വേണം? 10 മിനിറ്റ് വേണ്ട, 5 മിനിറ്റ് മതി. 100 ഇസ്തിഗ്ഫാർ ചൊല്ലാൻ അസ്തഗ്ഫിറുല്ലാഹ് 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 എന്നിങ്ങനെ ഒരു 100 ഇസ്തിഗ്ഫാർ ചൊല്ലാൻ 5 മിനിറ്റ് മതി, 10 മിനിറ്റ് പോലും ആവശ്യമില്ല. ഉമ്മമാർ ഉറപ്പിക്കണം ആ വിഷയം. ഈ നാട്ടിലുള്ള എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാർ, നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാ മെമ്പേഴ്സും 100 ഇസ്തിഗ്ഫാർ ദിവസവും ചൊല്ലുന്നുണ്ട് എന്ന് ഉറപ്പിക്കുകയും ആ ഒരു ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കുകയും വേണം. എങ്കിലും മഴ വരും, അള്ളാഹു മഴ തരും, കോഴിച്ചൊരിയുന്ന അനുഗ്രഹീതമായ മഴ തരും, മക്കളെ തരും, സമ്പത്ത് തരും, എല്ലാ സൗകര്യങ്ങളും തരും. ഇസ്തിഗ്ഫാർ ചൊല്ലണം. എങ്ങനെ ചെല്ലണമെന്ന് ശേഷം പറയും ഞാൻ.
ഞാൻ വഫാത്തായാൽ, നബി തങ്ങൾ പറയുകയാണ്, ഞാൻ വഫാത്തായാൽ തറക്തു ഫീഹിമുൽ ഇസ്തിഗ്ഫാർ, ഞാൻ നിങ്ങൾക്ക് ഇസ്തിഗ്ഫാറിനെ ഇട്ടേച്ചു പോവുകയാണ്. നിങ്ങളുടെ കൈകളിലേക്ക് ഞാൻ ഇസ്തിഗ്ഫാറിനെ തരുകയാണ്. ഏതുവരെ? ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ടേയിരിക്കണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. നബി തങ്ങൾ ദുആ ചെയ്യാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ ജഅൽനി മിനല്ലദീന ഇദാ അഹ്സനു ഇസ്തബ്ശറൂ വഇദാ അസാഉ ഇസ്തഗ്ഫറൂ. നബി തങ്ങളുടെ പ്രാർത്ഥനയാണിത്. അല്ലാഹുവേ, നന്മ ചെയ്താൽ സന്തോഷിക്കുന്നവരിൽ എന്നെ ഉൾപ്പെടുത്തണേ അല്ലാ, തിന്മ ചെയ്താൽ ദുഃഖിക്കുന്നവരിലും എന്നെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. തെറ്റു ചെയ്താൽ നമ്മൾക്കൊരു ഖേദം വേണം. ജീവിതത്തിൽ തെറ്റുകൾ വന്നുപോയാൽ അതിനെ ന്യായീകരിക്കാൻ നിൽക്കരുത്, ആരും ന്യായീകരിക്കരുത്. നമ്മളൊരു തെറ്റു ചെയ്താൽ, തെറ്റാണെന്ന് ഒരാൾ ഉണർത്തിയാൽ തെറ്റ് തന്നെയാണ്, ഞാനത് ചെയ്തു എന്ന് പറയണം. അല്ലാതെ ആ തെറ്റിനെ നന്മയാക്കി ന്യായീകരിക്കാൻ നമ്മൾ ആരും ശ്രമിക്കാൻ പാടില്ല. നന്മ ചെയ്താൽ ഒരു സന്തോഷം വേണം, തിന്മ ചെയ്താൽ ഖേദം വേണം. ഇത് മുഅ്മിനീങ്ങളുടെ അടയാളമാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെയാണ് ഇസ്തിഗ്ഫാർ ചൊല്ലേണ്ടത്? ഒരുപാട് ഇസ്തിഗ്ഫാറുണ്ട്, ഇഷ്ടം പോലെ ഇസ്തിഗ്ഫാറുണ്ട്. ഏതൊക്കെ രീതിയിൽ വേണമെങ്കിലും ചൊല്ലാം. അതിൽ ഏറ്റവും ചെറുതാണ് അസ്തഗ്ഫിറുല്ലാഹ്. അസ്തഗ്ഫിറുല്ലാഹ് എന്നുള്ളത് ഏറ്റവും ചെറിയ ഇസ്തിഗ്ഫാറാണ്. മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം പറയുന്നുണ്ട്, യാ ബുനയ്യ, പൊന്നുമോനെ, അവ്വിദ് ലിസാനക അല്ലാഹുമ്മ ഗ്ഫിർലി. എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുമോനെ, അല്ലാഹുമ്മ ഗ്ഫിർലി, അല്ലാഹുമ്മ ഗ്ഫിർലി, അല്ലാഹുമ്മ ഗ്ഫിർലി, അല്ലെങ്കിൽ അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടേ ഇരിക്കണം മോനെ. ഫഇന്ന ലില്ലാഹി സആത്ത്, എല്ലാ ദിവസവും ചില സമയങ്ങളുണ്ട്, ലാ യറുദ്ദു ഫീഹാ സായില, ആ സമയത്ത് അല്ലാഹു തആല ചോദിക്കുന്നവരെ തട്ടിക്കളയൂല. എന്ത് ചോദിച്ചാലും ഉത്തരം നൽകുന്ന ഇജാബത്തിന്റെ സമയം എല്ലാ ദിവസവും എല്ലാ രാത്രിയിലുമുണ്ട്. അതുകൊണ്ട് എല്ലാ സമയത്തും അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചൊല്ലിക്കൊണ്ടേയിരിക്കുക. അല്ലാഹു ഇജാബത്ത് നൽകുന്ന സമയവും നിന്റെ വായയിലൂടെ കടന്നു വരുന്ന ഇസ്തിഗ്ഫാറും ഒരേ സമയത്തായാൽ നീ അതുകൊണ്ട് രക്ഷപ്പെടുമെന്ന് മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം. മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അക്സിറൂ മിനൽ ഇസ്തിഗ്ഫാരി ഫീ ബുയൂതികും, നിങ്ങളുടെ വീട്ടിൽ വെച്ച് നിങ്ങൾ ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കണം, വീട്ടിൽ വെച്ച് ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കണം. വഫീ തുറുഖികും, നിങ്ങൾ നടക്കുന്ന വഴിയിലൂടെ ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കണം. വഫീ അസ്വാഖികും, നിങ്ങളുടെ അങ്ങാടികളിൽ ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കണം. വഫീ മജാലിസികും, നിങ്ങൾ ഇരിക്കുന്ന മജ്ലിസുകളിൽ ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കണം. വഅൈനമാ കുൻതും, നിങ്ങൾ എവിടെ പോയാലും ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കണം. ഫഇന്നകും മാ തദ്റൂന മതാ തൻസിലുൽ മഗ്ഫിറ, എവിടെ വെച്ചാണ് അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് ഇറങ്ങുക എന്ന് നിങ്ങൾക്കറിയില്ല. അതുകൊണ്ട് നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും പാചകം ചെയ്യുമ്പോഴും ഡ്രൈവ് ചെയ്യുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എല്ലാ സമയത്തും ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിച്ചു കൊണ്ടേയിരിക്കണമെന്ന് മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അതേപോലെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്നി ലഅസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി കുല്ല യൗമിൻ അൽഫ മറ, എല്ലാ ദിവസവും 1000 തവണ ഞാൻ ഇസ്തിഗ്ഫാർ ചൊല്ലാറുണ്ട്, എല്ലാ ദിവസവും ഞാൻ 1000 തവണ ഇസ്തിഗ്ഫാർ ചൊല്ലാറുണ്ട് എന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, തൂബാ, വിജയിച്ചിരിക്കുകയാണ്, തൂബാ, വിജയിച്ചിരിക്കുകയാണ്. ആര്? ലിമൻ വജദ ഫീ സ്വഹീഫതിഹി ഇസ്തിഗ്ഫാറൻ കതീറാ, നന്മയുടെ ഏടിൽ ഒരുപാട് ഇസ്തിഗ്ഫാർ കണ്ടെത്തിയാൽ, ഒരാളുടെ നന്മയുടെ ഏടിൽ ഇസ്തിഗ്ഫാർ ഒരുപാടുണ്ടായാൽ അയാൾ വിജയിച്ചിരിക്കുകയാണ് എന്ന് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇസ്തിഗ്ഫാർ നിരന്തരമായി ചൊല്ലിക്കൊണ്ടേയിരിക്കുക. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, ഒരു 3 തവണ ഉറക്കെ ചൊല്ല്, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഞാൻ നിർത്താണ്, സമയം 12 മണിയായി. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക. തൂബ, വിജയിച്ചിരിക്കുകയാണ്. ആര്? ലിമൻ വജദ ഫീ സ്വഹീഫതിഹി ഇസ്തിഗ്ഫാറൻ കതീറാ,
ഒരാളുടെ നന്മയുടെ ഏടിൽ ഇസ്തിഗ്ഫാർ ഒരുപാടുണ്ടായാൽ അയാൾ രക്ഷപ്പെടുമെന്ന് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, മൻ അക്സറ മിനൽ ഇസ്തിഗ്ഫാരി, ഒരാൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചാൽ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജാ, അയാളുടെ എല്ലാ വിഷമങ്ങളും അല്ലാഹു മാറ്റിത്തരും. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചാൽ അയാളുടെ എല്ലാ വിഷമങ്ങളും അല്ലാഹു മാറ്റിത്തരും. വമിൻ കുല്ലി ളീഖിൻ മഖ്റജാ, അയാളുടെ കുടുസിനെ അല്ലാഹു മാറ്റിത്തരും. ഒരു തടസ്സം, ചില ആളുകൾ ഇങ്ങനെ പറയാറുണ്ട്, എന്ത് തുടങ്ങിയാലും മെച്ചുണ്ടാവൂല, എല്ലാറ്റിനും ഒരു തടസ്സം പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അവർക്കുള്ള പരിഹാരമാണ് ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. വമിൻ കുല്ലി ളീഖിൻ മഖ്റജാ, എല്ലാ തടസ്സങ്ങളും നീങ്ങിക്കിട്ടുമെന്നാണ് പറഞ്ഞത്, എല്ലാ വിഷമങ്ങളും മാറുമെന്നാണ് പറഞ്ഞത്. വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ അല്ലാഹു തആല റിസ്ഖിനെ നൽകുമെന്ന്, അല്ലാഹു സമ്പത്തിനെ നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വെറും അധര വ്യായാമമായാൽ പോരാ, നാവ് കൊണ്ട് ഇങ്ങനെ അസ്തഗ്ഫിറുല്ലാഹ് 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 ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, മനസ്സുകൊണ്ടും പറയണം. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുമ്പോൾ ഖൽബ് സിനിമാ തിയേറ്ററിലാണ്, ഖൽബ് ഹൃദയം ഏതെങ്കിലും കളി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്, അതുകൊണ്ട് മാറ്റങ്ങൾ ഉണ്ടാവില്ല. കൂലിട്ടോ, മാറ്റങ്ങൾ ഉണ്ടാവില്ല. മാറ്റങ്ങൾ ഉണ്ടാവുന്ന ഇസ്തിഗ്ഫാർ മനസ്സുകൊണ്ടും നാവുകൊണ്ടും ഒന്നിച്ചു ചെല്ലണം, വെറും വ്യായാമമായി മാറരുത്. അൽ ഇസ്തിഗ്ഫാറുല്ലദീ യംനഉൽ അദാബ, അല്ലാഹുവിന്റെ ശിക്ഷയെ തടയുന്ന ഇസ്തിഗ്ഫാർ ഹുവൽ ഇസ്തിഗ്ഫാറു ബിൽ ഇഖ്ലാഇ അൻ കുല്ലി ദംബിൻ, എല്ലാ തെറ്റിൽ നിന്നും ഞാൻ മാറി നിന്നു എന്ന ഉറപ്പിച്ചതിന് ശേഷം ഇസ്തിഗ്ഫാർ ചെല്ലലാണ്. തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അയാൾ, ഹറാമ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, എന്നിട്ട് ഇസ്തിഗ്ഫാർ ഇങ്ങനെ ചെല്ലാണ്. അതുകൊണ്ടൊന്നും പാപം പൊറുക്കപ്പെടൂല. ഞാൻ തെറ്റ് ചെയ്യൂല എന്ന ഉറപ്പോടുകൂടി ഇസ്തിഗ്ഫാർ ചെയ്താലേ അള്ളാഹു പാപങ്ങളെ പുറത്തു തരൂ. അൽ ഇസ്തിഗ്ഫാറു, ഇസ്തിഗ്ഫാർ എന്ന് മഹാനായ ഇബ്നുൽ ഖയ്യിം റളിയല്ലാഹു അൻഹു പറയാൻ, അൽ ഇസ്തിഗ്ഫാറു, ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ ഏത് ഇസ്തിഗ്ഫാർ? യംനഉൽ അദാബ, ശിക്ഷയെ തടയുന്ന ഇസ്തിഗ്ഫാർ. അഥവാ മക്കളെ കിട്ടേണ്ട ഇസ്തിഗ്ഫാർ, സമ്പത്ത് ലഭിക്കേണ്ട ഇസ്തിഗ്ഫാർ, മഴ ലഭിക്കേണ്ട ഇസ്തിഗ്ഫാർ, തടസ്സങ്ങൾ നീങ്ങേണ്ട ഇസ്തിഗ്ഫാർ, വിഷമങ്ങൾ മാറേണ്ട ഇസ്തിഗ്ഫാർ. അത് ഏത് ഇസ്തിഗ്ഫാറാണ്? ഹുവൽ ഇസ്തിഗ്ഫാറു ബിൽ ഇഖ്ലാഇ അൻ കുല്ലി ദംബിൻ, അവർ ചെയ്യുന്ന തെറ്റിൽ നിന്ന് പൂർണ്ണമായി മാറി നിന്നുകൊണ്ട് മനസ്സുകൊണ്ട് പറയുന്ന ഇസ്തിഗ്ഫാറാണ്. വ അമ്മാ മൻ അസറ അല ദംബി, തെറ്റ് ചെയ്ത് ഇങ്ങനെ വായ നോക്കുന്നുണ്ട്, കണ്ട പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നടക്കാണ്, എന്നിട്ട് ഇസ്തിഗ്ഫാർ ചെല്ലാണ്. വ അമ്മാ മൻ അസറ അല ദംബി, തെറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അയാൾ, എന്നിട്ട് അയാൾ ഇടയ്ക്കിടെ ഇസ്തിഗ്ഫാർ ചെല്ലുന്നത്, നുണ പറയാ ഇസ്തിഗ്ഫാർ ചെല്ലുക, അങ്ങനെയുള്ള ഇസ്തിഗ്ഫാർ. വതലബ മിനല്ലാഹിൽ മഗ്ഫിറ ഫസ്തിഗ്ഫാറുഹു ലാ യംനഉൽ അദാബ, അവന്റെ ആ ഇസ്തിഗ്ഫാർ അല്ലാഹുവിന്റെ ശിക്ഷയെ തടയൂല, അവന്റെ തടസ്സങ്ങൾ നീങ്ങാൻ കാരണമാവൂല, അവന്റെ വിഷമങ്ങൾ മാറാൻ കാരണമാവൂല. അപ്പൊ റമദാനാണ്, കയ്യിലൊരു തസ്ബീഹ് മാല കയ്യിൽ പിടിക്കുക. അത് ആരെന്തും പറഞ്ഞോട്ടെ, ആളുകൾ ഇനി മോഡലെന്നോ അല്ലെങ്കിൽ സൂഫി ചമയാണെന്നോ എന്തും പറഞ്ഞോട്ടെ, നിങ്ങൾ വിഷയാക്കേണ്ട, ആളുകൾ കാണാൻ വേണ്ടിയിട്ടല്ല. കയ്യിലൊരു തസ്ബീഹ് മാല ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഇസ്തിഗ്ഫാർ ഇങ്ങനെ വരും, സ്വലാത്ത് വരും, ലാ ഇലാഹ ഇല്ലല്ലാഹ് വരും. കയ്യിലൊരു ഇസ്തിഗ്ഫാറോ അല്ലെങ്കിൽ ഒരു കൗണ്ടറോ, നമ്മുടെ മോതിരൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കയ്യിൽ വെക്കുക. നടക്കുമ്പോൾ അറിയാതെ വരും. ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല, കാണിക്കാൻ വേണ്ടി ചെയ്താൽ കൂലി കിട്ടൂല, കാണിക്കാൻ വേണ്ടിയിട്ടല്ല. നിങ്ങളിങ്ങനെ ചെയ്യുന്നു, ആളുകൾ കണ്ടോട്ടെ, എന്താ പ്രശ്നം? ആളുകൾ കാണിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യണ്ട, നിങ്ങളുടെ നിയ്യത്ത് നന്നായാൽ മതി. അപ്പൊ ഇസ്തിഗ്ഫാർ, മനസ്സറിഞ്ഞുകൊണ്ടുള്ള ഇസ്തിഗ്ഫാറിനാണ് ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടാവുക. നബി തങ്ങൾ പറഞ്ഞു, ഒരു ദിവസം യാത്രയിൽ ഇസ്തഗ്ഫിറുല്ലാഹ്, നിങ്ങളെല്ലാവരും ഇസ്തിഗ്ഫാർ ചെല്ലണമെന്ന് പറഞ്ഞു. അപ്പൊ സ്വഹാബാക്കൾ പറഞ്ഞു, ഫസ്തഗ്ഫർന, ഞങ്ങളെല്ലാവരും ഇസ്തിഗ്ഫാർ ചൊല്ലി. നബി തങ്ങൾ പറഞ്ഞു, അത്തിമ്മുഹാ 70 മറ, 70 ഇസ്തിഗ്ഫാർ ചെല്ലിയോ, ഒരു 70എങ്കിലും ചെല്ലണമെന്ന് പറഞ്ഞു. ഫഅത്മംനാഹ, ഞങ്ങളെല്ലാവരും 70 പൂർത്തിയാക്കി. ഫഖാല റസൂലുള്ളാഹ്, അപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ മിൻ അബ്ദിൻ, ഒരു മനുഷ്യൻ, വലാ അമത്തിൻ, ഒരാണും ഒരു പെണ്ണും, യസ്തഗ്ഫിറുല്ലാഹ ഫി യൗമിൻ 70 മറ, ഒരു ദിവസം 70 തവണ ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ, ഇല്ലാ ഗഫറല്ലാഹു ലഹു 700 ദംബിൻ, അയാളുടെ 700 പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. 70 ചൊല്ലിയാൽ 700, 100 ചൊല്ലിയാൽ 1000, 200 ചൊല്ലിയാൽ 2000. നബി തങ്ങൾ പറയാൻ, 700 പാപങ്ങൾ പുറത്തു തരും 70 ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, വഖദ് ഖാബ, ഒരാൾ പരാജയപ്പെട്ടു പോയി. അമില ഫി യൗമിൻ വലൈല,
രാത്രിയിലും പകലിലുമായി 701 തെറ്റ് ആരെങ്കിലും ചെയ്താൽ അയാൾ പരാജയപ്പെട്ടു പോയി. അപ്പോൾ ഒരു മനുഷ്യൻ ഒരു ദിവസം 700-നെക്കാളൊക്കെ കൂടുതൽ തെറ്റ് ചെയ്യുകയാണെങ്കിൽ അയാളുടെ കാര്യം കഷ്ടമാണ്. 700 തെറ്റൊക്കെ ഒരാൾ ഒരു ദിവസം ചെയ്യോ? നബി തങ്ങൾ പറയാണ് 70 ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ 700 പാപങ്ങൾ അല്ലാഹു പുറത്തു തരും. അപ്പോൾ നമ്മൾ ഒരു ദിവസം കഴിയുമെങ്കിൽ 200, രാവിലെ 100, രാത്രി 100, അല്ലെങ്കിൽ ഒരു 100, ടോട്ടൽ ഒരു 100, അല്ലെങ്കിൽ മിനിമം 70 ഇസ്തിഗ്ഫാറെങ്കിലും ദിവസവും ചെല്ലണം. മറക്കരുത്. പരിശുദ്ധ റമദാനാണ്. റമദാൻ സ്വീകരിക്കപ്പെടണം. റമദാൻ സ്വീകരിക്കപ്പെടണമെങ്കിൽ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടണം. പാപങ്ങൾ പൊറുക്കപ്പെടണമെങ്കിൽ ഇസ്തിഗ്ഫാർ നന്നായി വർദ്ധിപ്പിക്കണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ സദസ്സുകളൊക്കെ സ്വീകരിക്കട്ടെ.